നെല്ലുന്നുരപ്പതിന്നു പാരമുരുമ്പെടും നീ നല്ലൊരു സജ്ജനമനുഗ്രഹമേകിടേണം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. സർവസ്വരൂപേ സർവേശേ സർവശക്തിസമന്വിതേ ഭയേഭ്യത്രാഹി നമോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈശ്വരസ്വരൂപികളെ, നിങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ സാദരം സവിനയം പ്രണമിച്ചുകൊണ്ട് അറിവിനെ പങ്കുവെക്കാമെന്ന് മാത്രം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ പ്രഭാഷണ വിഷയം മനീഷാ പഞ്ചകം. എത്ര കണ്ട് ലളിതമാക്കി പറയാൻ പറ്റുമെന്നറിയില്ല, എങ്കിലും ആവുന്നത്ര ലളിതമാക്കിയിട്ട് പറയാൻ ശ്രമിക്കാം. കാരണം പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു വിഷയമാണ്, എന്നാൽ നമ്മളുടെ നിത്യജീവിതത്തിലേക്ക് ഏറ്റവും ആവശ്യമുള്ളതുമാണ്. അത് ലളിതാക്കി പറയണമെങ്കിൽ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, അതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണ വേണം. രണ്ട്, എനിക്ക് എത്ര ധാരണയുണ്ടായാലും നിങ്ങൾക്കും കുറച്ച് ധാരണയില്ലെങ്കിൽ അതൊട്ടും ഗ്രഹിക്കാനും ആവില്ല. അതുകൊണ്ട് ദേവിയൊക്കെ അനുഗ്രഹിക്കട്ടെ, ആചാര്യസ്വാമികൾ അനുഗ്രഹിക്കട്ടെ. അത് എത്ര കണ്ട് ലളിതമാക്കാൻ സാധിക്കുമോ അത്ര കണ്ട് ലളിതമാക്കിയിട്ട് പറയാൻ ശ്രമിക്കാം. അതിനെ പറയാൻ സാധിക്കുള്ളൂ. നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ, നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ദ്വൈതമാണ് എപ്പോഴും കാണുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും കാണുന്നതിനെയാണ് നമ്മളെല്ലാവരും പ്രാധാന്യം കൊടുക്കുക. ഈ ആധ്യാത്മിക വിഷയങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുമ്പോഴോ, ഇപ്പം നിങ്ങളിവിടെ ഒരു പ്രഭാഷണ പരമ്പര തന്നെയുണ്ട്. ഈ ഓരോ പ്രഭാഷണ പരമ്പരയും നിങ്ങൾ ഓർത്തു നോക്കുക, ഒന്നും ലൗകികമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ അപ്പോഴും നമ്മളുടെ ഉള്ളിൽ ബാക്കിയുണ്ടാവും. ഇതെല്ലാം ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഇപ്പം എന്താ കാര്യം, നമുക്ക് ശമ്പളം കിട്ടുമോ? അപ്പോൾ ആധ്യാത്മിക വിഷയം 71 ദിവസം ഇങ്ങനെ ഇവിടെ ഇരുന്നു, നിങ്ങളെല്ലാവരും കേട്ടു, നിങ്ങൾക്ക് തന്നെ നല്ല വിജ്ഞാനം വന്നു എന്ന് കൂട്ടുക. ആ വിജ്ഞാനം വന്നാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഇതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമോ? ഇത് ഇപ്പോൾ പഠിച്ചതുകൊണ്ട്, ഇപ്പോൾ ഈ പറയുന്ന 71 ദിവസത്തെ പ്രഭാഷണം എല്ലാം കേട്ടതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ഉപജീവനത്തിന് എന്തെങ്കിലും മാർഗം കിട്ടുമോ? ചിലപ്പം ഇതുപോലെ പ്രഭാഷണം പറയാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1000-1500 ഉറുപ്പിക കിട്ടുമായിരിക്കും. എന്നാലും അത്രേ കിട്ടുള്ളൂ. ജീവിക്കാനൊക്കെ വലിയ റിസ്ക് തന്നെയാണ്. എന്നാലും ഈ 360 ദിവസം പ്രഭാഷണം കിട്ടും. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ അതെനിക്കറിയില്ല. കാരണം എന്തായാലും ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആത്മീയ വിഷയങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ആള് കുറയാൻ തന്നെ കാരണം ഇതാണ്. ഇതുകൊണ്ടൊരു ഉപജീവനം നടക്കില്ല. എന്നാൽ
വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റുന്നില്ല. കാരണം ഇതൊന്നും വേണ്ട, കാരണം അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. കാരണം എന്താ അറിയോ, ഓരോന്ന് കേൾക്കുമ്പോൾ പറയും അതിൽ സത്യം ഉണ്ടല്ലോ, എന്തോ സത്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കത് അങ്ങ് പൂർണ്ണമായിട്ട് സ്വീകരിക്കാനൊട്ട് പറ്റുന്നുമില്ല. സാധാരണ അങ്ങനെയാണ്. ലോകം എന്ന് പറയുന്നത് ദ്വൈതത്തിലേക്കാണ് എപ്പോഴും ദൃഷ്ടി ഉണ്ടാവുക. ഈ കാണുന്നത് ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുക വിചാരിക്കുക. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ ആദ്യം പഠിക്കുക? മല, ഇല. ഇതെന്താണ്? ഇലയാണ്, അല്ലെങ്കിൽ മലയാണ്, പാമ്പാണ്, ആനയാണ്, പറയാണ്, പനയാണ്. ഈ കാണുന്നതിൻ്റെ പേരാണ് ആദ്യം പറയാൻ പഠിക്കുക. ഇതെല്ലാം ഒന്നാണോ രണ്ടാണോ എന്നുള്ളതല്ല, ഓരോന്നും ഇന്നതാണ് എന്ന് വേറെ 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 പഠിച്ചു. കാരണം എന്താ? ദൃഷ്ടി അതാണ്. ദൃഷ്ടി എപ്പോഴും ദ്വൈതത്തിലേ നിൽക്കുള്ളൂ. അപ്പം ഈ ദ്വൈതത്തിൽ നിൽക്കുന്ന ദൃഷ്ടി നമ്മൾ കുറേ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഇത് മനുഷ്യൻ തിന്നുന്ന പച്ചക്കറിയാണ്, അതല്ലെങ്കിൽ ഇത് ഇന്ന ആള് പിന്നെ ഈ ഇലകൾ തിന്നുന്നത് ആടാണ്. ഇങ്ങനെ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും അല്ലെങ്കിൽ ഓരോരോ സാധനങ്ങൾ അതിനെ പഠിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് ഇത് ഇന്നിന്ന ദേശങ്ങളിൽ ഉണ്ടാകുന്നതാണ്, ഇന്നിന്ന കാലങ്ങളിൽ ഉണ്ടാകുന്നതാണ്. കുറച്ചും കൂടെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഉള്ളിലേക്ക് ഇറങ്ങി പഠിച്ചു. അങ്ങനെ ഉള്ളിലേക്ക് ചെന്ന് പഠിക്കുന്നതിനാണ് ആധ്യാത്മികത എന്ന് പറയുക. അങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ ലോകം മുഴുവനും നിങ്ങൾ ഏതും നോക്കിക്കോളൂ. ഇവിടെ ലൗകികമായ നമ്മുടെ വിഷയം ഇപ്പം നിങ്ങളിവിടെ അകത്തിയില്ല, ചാമുണ്ടിക്കോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പുലീനെ കാണുന്നുണ്ടില്ലേ, ഒരു രൂപവും കാണുന്നുണ്ട്. എന്നാൽ എല്ലാ അമ്പലത്തിലും ഇതുപോലെ രൂപമുണ്ടോ? ഇല്ല. കാരണം എന്താ? രൂപമില്ലാത്ത ദിക്കിൽ ഒരു കണ്ണാടി ഉണ്ടാവും, വാൽക്കണ്ണാടിയുടെ മോഡലിൽ ഒരു കല്ലോ എന്തെങ്കിലും ഉണ്ടാവും. അതില്ലാത്ത സ്ഥലത്തോ ശിവലിംഗം പോലെ ഒരു ലിംഗം ഉണ്ടാവും. ഇതും ഇല്ലാത്ത സ്ഥലത്തോ ഒരു പീഠോ മരത്തിന്റെ വീടോ അല്ലെങ്കിൽ ഒരു ഒഴുക്ക് ശിലയോ എന്തെങ്കിലും ഒന്നുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഏതാ പെട്ടെന്ന് മനസ്സിലൊരു പെട്ടെന്നൊരു ഒരു രൂപം, നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുക? ഏതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ധ്യാനിക്കാൻ അല്ലെങ്കിൽ സങ്കല്പിക്കാൻ പറ്റുക? രൂപമാണല്ലേ. അതാണ് ദ്വൈതം. ഈ ലോകത്തിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ, ഈ ദ്വൈതമാണ് നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ എളുപ്പം. അതുകൊണ്ട് ഈ ദ്വൈതത്തിൽ അധിഷ്ഠിതമായ ഒരാശയം പറയുമ്പോണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കും. അപ്പൊ എന്ത് വേണമെന്നു? ഈ ദ്വൈതത്തിൽ അധിഷ്ഠിതമായ ആശയങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയമാണ്, അല്ലെങ്കിൽ മതങ്ങളാണ്, സംഘടനകളാണ് സെമിറ്റിക് മതങ്ങളൊക്കെ. ഇവർക്കൊക്കെ സെമിറ്റിക് ആശയങ്ങൾ അല്ലെങ്കിൽ സെമിറ്റിക് ചിന്തകളൊക്കെ തന്നെ ദ്വൈതാധിഷ്ഠിതമാണ്. എല്ലാം മനുഷ്യനുള്ളതുപോലെ മറ്റ് ജീവജാലങ്ങളുള്ളതുപോലെ നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ നന്മയുടെ ആധിപത്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ, തിന്മയുടെ ആധിപത്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ. അതിന് നന്മയുടെ ആധിപത്യമുള്ളവരെയൊക്കെ ദേവന്മാരെന്ന് പറയുന്നു, തിന്മയുടെ ആധിപത്യമുള്ളവരൊക്കെ അസുരന്മാരെന്ന് പറയുന്നു, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ രണ്ട് എനർജി ഉണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ പ്രചരിപ്പിക്കുമ്പോണ്ടല്ലോ സ്വതവേ തന്നെ മനുഷ്യൻ ദ്വൈതത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് ഈ ആശയങ്ങൾ പെട്ടെന്ന് നമുക്ക് ഉള്ളിൽ നമുക്കൊന്ന് ഉറപ്പിക്കാം, ഇത് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശയങ്ങൾക്ക് ആൾക്കാരെയും കിട്ടും, ഒരുപാട് ആൾക്കാരെ കിട്ടും. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആളെ കിട്ടും, നമുക്കല്ല. സനാതന ധർമ്മത്തിൻ്റെ ആത്മീയ വിഷയങ്ങൾക്കല്ല ലൗകിക വിഷയങ്ങൾക്ക് കിട്ടാൻ കാരണം അവരുടെ ആശയങ്ങളെ ദ്വൈതത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഇതാണോ ശരി ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ കൊണ്ടു നടക്കുന്നത് കൊണ്ട് അതാണോ ശരി ചോദിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനും പറ്റില്ല. കാരണം എന്താ അറിയോ, മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് 18 അക്ഷൗഹിണി പടയാളുള്ളത്.
ഒരക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അതിലധികം വരണം. അങ്ങനെയുള്ളതിൽ 7 അക്ഷൗഹിണി മാത്രമേ പാണ്ഡവരുടെ പക്ഷത്തുള്ളൂ. ബാക്കി 11 അപ്പുറത്താ. അതായത് അന്ന് വോട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ദുര്യോധനെ ജയിക്കുള്ളൂ, ഒരു സംശയവുമില്ല. അപ്പോ ഒരുപാട് ആൾക്കാർ കൊണ്ട് നടക്കുന്നതാണോ ശരി, അല്ല അതിനുമപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട് വിലയിരുത്തുവാൻ കഴിവുള്ള ഒരു ജനത, ഈ കാണുന്നതിനും അപ്പുറത്തേക്ക് എന്തോ ഉണ്ട് എന്ന് വിലയിരുത്തുവാൻ കഴിയുന്ന ഒരു ജനത ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അവർ പറയുന്നതാണോ ശരി എന്നറിയാൻ നമുക്ക് ബാഹ്യദൃഷ്ടി പോരാ, ആന്തരികമായിട്ടുള്ള ഒരു ദൃഷ്ടി വേണം. ഈ ബാഹ്യദൃഷ്ടിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതെല്ലാം സത്യമാവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മം എന്താ പറയണതെന്നറിയോ? സനാതന ധർമ്മം പറയണത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷ നേടണം, സത്യം അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈശ്വരൻ എന്താ ചെയ്യാന്നറിയോ? യം രക്ഷിതും ഇച്ഛന്തി ബുദ്ധ്യാ സംയോജയന്തി തം. ബുദ്ധി തരും. ഈ സത്യം നിങ്ങൾ കാണുന്നത് കണ്ണിലൂടെ അല്ല കാണേണ്ടത്, ബുദ്ധിയിലൂടെയാണ് അതിനെ ദർശിക്കേണ്ടത്. കാരണം ഈശ്വരൻ ഒരു ഫോമിലല്ല, പല 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 ഫോമുകളിലാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. ഒരു ഫോമാണെങ്കിൽ നമുക്ക് അത് മാത്രം പറഞ്ഞു തന്നാൽ മതി. ഈശ്വരന്റെ സാന്നിധ്യം തന്നെ ഇപ്പൊ നോക്കൂ, യാദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. അവിടെ ബുദ്ധിയുടെ രൂപത്തിലായി. തൊട്ടടുത്ത പദം എന്താ പറയുക? യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. അവിടെ നിദ്രയുടെ രൂപത്തിലായി. യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. ഈശ്വരന്റെ തന്നെ ഒരുപാട് തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്കിങ്ങനെ കിട്ടുകയാണ്. അപ്പൊ നമുക്ക് ബാഹ്യമായിരിക്കുന്ന കാഴ്ചകൾക്കും അപ്പുറത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിന് കാരണമായിട്ടുള്ളതിനെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അതാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ ദൃഷ്ടി. അത് നമുക്ക് കാണിച്ചു തരുന്നൊരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ 5 ശ്ലോകങ്ങളാണ് മനീഷാ പഞ്ചകം എന്ന് പറയുന്നത്. ഈ മനീഷാ പഞ്ചകം എന്ന് പറയുമ്പോൾ മനീഷ എന്ന വാക്കിന് ആഗ്രഹം, ബുദ്ധി, അറിവ്, പ്രജ്ഞ, പല അർത്ഥങ്ങളുമുണ്ട്. പഞ്ചകം എന്ന വാക്കിന് 5 അല്ലേ, 5 എണ്ണം. ഏതോ ഒരു 5 എണ്ണം അറിവാണ്, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉറച്ച തീരുമാനമാണ്. ആ എൻ്റെ എന്നുള്ളത് ആ ശ്ലോകത്തിൽ നിന്ന് വരുന്നതാണ്. ആചാര്യസ്വാമികൾ രചിച്ചതാണ് ഈ ഇതെന്ന് പറയുന്നു. അതിലും പക്ഷാന്തരങ്ങൾ പലതും ഉണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ സംഭവങ്ങളെക്കുറിച്ചും കഥകൾ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കാറുണ്ട് ഇവിടെ. അത് ചിലപ്പോൾ നടന്നതാവാം, നടക്കാത്തതാവാം. കാരണം എന്താ? നമ്മളുടെ ഭാവനകളാണ്. ആ ഭാവനകളിലൂടെ ഇന്നതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഓരോരുത്തരങ്ങ് ചിന്തിച്ചിട്ട് മനോഹരമായിട്ട് അതങ്ങ് എഴുതുമ്പോഴുണ്ടല്ലോ, കേൾക്കുന്നവനും തോന്നും ഇതാ ശരിയെന്ന്. അതെങ്ങനെയാണെന്നറിയും? ഇപ്പം MT 2-ാം മുഴം എഴുതി. 2-ാം മുഴം എഴുതിയപ്പോൾ നമുക്കും തോന്നില്ല, ഓ ഭീമൻ ഇങ്ങനെ തന്നെയാണ്. ആ കവി, ആ ഒരു സൃഷ്ടികർത്താവ്, വ്യാസന്റെ മൗനം, അവിടെ ന്യായം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാസൻ മിണ്ടാത്ത ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും വ്യാസൻ ഊഹിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് ആ കഥ വരുന്നത്. അതെന്നല്ല ഏത് കഥകളും. ഒരു സൃഷ്ടികർത്താവ് അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഒക്കെ തന്നെ ഒരു പണി ഇത്തരത്തിലുള്ള ആൾക്കാരെടുക്കുമ്പോൾ അതിനെ നമുക്ക് തള്ളാനും പറ്റില്ല, ചിലപ്പോൾ കൊള്ളാനും പറ്റില്ല. അതുപോലെ ശങ്കരാചാര്യരെ കുറിച്ചിട്ട് ഉണ്ടാക്കിയ കഥയാകാം,
അല്ലെങ്കിൽ നടന്നതാകാം. എന്തായാലും ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ മനീഷാ പഞ്ചകം രചിച്ചത് എന്നൊക്കെ പറയുന്നു. ആ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ലോകത്തിൽ നമുക്ക് ഈ സനാതന ധർമ്മം, ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്, എത്രയോ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളും മതങ്ങളും ഒക്കെ തന്നെ, മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അഭിപ്രായം എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ ഹിന്ദു മതം എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രത്യേക ആശയത്തെ കൊണ്ട് നടക്കുന്നവരെന്നാണ് അർത്ഥം. പക്ഷേ ഇന്ന് പ്രസിദ്ധമായിട്ട് ലോകത്തിലുള്ള 3 മതങ്ങൾ, ഹിന്ദുമതവും ഇസ്ലാം മതവും ക്രിസ്തു മതവും, മറ്റു മതങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പ്രബലമായിട്ടുള്ള 3 മതങ്ങൾ. ഇത് ഇന്ത്യയിലുള്ള മതങ്ങളുമുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള മതങ്ങളുമുണ്ട്. ആചാര്യസ്വാമികൾ അദ്വൈത മതം പ്രചരിപ്പിക്കുന്ന സമയത്ത് 72 മതങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വന്നാൽ, അന്ന് മുസ്ലിമും ക്രിസ്ത്യാനിയൊന്നുമില്ല, 72 മതങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു, ആശയങ്ങൾ. ഈ 72 ആശയങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ, ഇസ്ലാം മതവും ക്രിസ്തു മതവും മാത്രമൊന്നുമല്ല സെമിറ്റിക്. ഈ സെമിറ്റിക് ആശയം എന്ന് പറയുമ്പോഴേക്കും പലരും ധരിക്കുന്നത് അത് ഈ വൈദേശികമായിട്ടുള്ള മതങ്ങളും ആണ് പറയുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല. കാരണം എന്താ, വൈഷ്ണവം സെമിറ്റിക് ആശയമാണ്, ശൈവം സെമിറ്റിക് ആശയമാണ്, ശാക്തേയം സെമിറ്റിക് ആശയമാണ്. കാരണം എന്താ, അവരൊക്കെ പറയുന്നത്, ഇപ്പോൾ ശാക്തേയക്കാർ പറയുന്നത് ദേവിയാണ് ഏറ്റവും വലുത്, വേറെ ഒന്നുമില്ല. ശൈവം പറയുന്നത് ശിവനാണ് വലുത്, വേറെ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴാണത് സെമിറ്റിക് എന്ന് പറഞ്ഞു പോകുന്നത്. അത്തരത്തിലുള്ള 72-ലധികം മതങ്ങൾ. ഇപ്പം നമ്മൾ ഒന്നും വേണ്ട, ഇവിടെ കുറച്ച് പേരുണ്ടല്ലോ ഒരേ ഡ്രസ്സ് ധരിച്ചു വിചാരിക്കുക, അപ്പം എല്ലാവരും അവിടെ തന്നെ നോക്കും, അതിനെ ഒരേ ഡ്രസ്സ് ധരിച്ചത്. അപ്പോൾ ആ ധരിച്ചവർക്കും സമയം നമ്മളെല്ലാം ഒരുപോലെയാണല്ലോ, ബാഹ്യമായിട്ട് ഒരുപോലെയാണെന്ന് കാണുമ്പോൾ നമുക്കും തോന്നുകയാണ് നമ്മളൊന്നാണ് എന്ന്. അതേപോലെ ഓരോ ആശയങ്ങളും ഈ സനാതന, ഈ ഭാരതഭൂമിയിൽ തന്നെ ഉണ്ടായ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് പേര്. ശാസ്തേതി കഥിജിൽ കുമാര സ്വാമീതി മാതേതി പിതേതി ഭക്ര്യാം. ഓരോട് ശിവനാണ്, വിഷ്ണുവാണ്, കാളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനവൻ്റെ മതങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അരയും തലയും മുറുക്കിയിട്ട് നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവരതിനു വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിക്കുക മാത്രമല്ല, അതെല്ലാം ഒരു പരിധി വരെ സമൂഹവും അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ ദർശനം എന്ന് പറയുന്നത് ഒറ്റ ദർശനം മാത്രമൊന്നുമല്ല, ഷഡ്ദർശനങ്ങൾ ഉണ്ടെങ്കിൽ ഷഡ്ദർശനം ഓരോ കോണിലൂടെയും കാണാനും ചിന്തിക്കാനും വീക്ഷണം നടത്താനും ഒക്കെ തന്നെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു സനാതനധർമ്മത്തിൽ. നമുക്ക് ഇത് മാത്രമാണ് ശരി അല്ലെങ്കിൽ അത് മാത്രമാണ് ശരി എന്ന് പറയുന്നതിൽ ന്യായമില്ല. അതിൽ തന്നെ ആചാര്യസ്വാമികൾക്ക് മുൻപ് ദ്വൈതവും അതുപോലെ തന്നെ വിശിഷ്ടാദ്വൈതം ഇതുപോലുള്ള ഒരുപാട് ചിന്തകൾ, നാസ്തികവാദം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഈശ്വരനെ വിശ്വസിക്കുന്നവരായിരുന്നു ഹിന്ദുക്കൾ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ചാത്തമൂട്ടുന്നത് എന്തിനു ചത്തോർക്കു വായും വയറുമുണ്ടോ എന്ന് ചോദിച്ച ചാർവാകനും നമുക്ക് ഋഷിയാണ്. അപ്പോൾ ഒരാശയം മാത്രമല്ല, ഏത് കോണിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് എല്ലാ കാലത്തും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാൻ പോകുന്ന ആശയമുണ്ടല്ലോ, ലോകത്തിൽ ആർക്കും സ്വീകരിക്കാൻ പറ്റും. സനാതനധർമ്മത്തിൻ്റെ ആശയത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം, നിങ്ങൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. ചിന്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവരുത്, ആദ്യമേ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവരുത്. നിങ്ങൾക്ക് അങ്ങനെ ഇതാണ് ശരി എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാനാവില്ല. ഞങ്ങൾക്കിതൊന്നും ഇതിൻ്റെ ABCD പോലും മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഈ മഹാഭാരത യുദ്ധം നടന്നപ്പോൾ, മഹാഭാരത കഥയിൽ
ഏറ്റവും പഞ്ചപാണ്ഡവരിൽ ഏറ്റവും നല്ല വ്യക്തി ആരാന്നറിയോ? യുധിഷ്ഠിരനാണ് അല്ലേ? ധർമ്മവാദിയാണ്. ഈ യുധിഷ്ഠിരനെ സംബന്ധിച്ച് സത്യമേ പറയൂ, ധർമ്മിഷ്ഠനാണ്. ബാക്കി എല്ലാവരും അദ്ദേഹത്തിന് ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എന്നിട്ടും കൃഷ്ണൻ എന്തേ യുധിഷ്ഠിരന് ധർമ്മം പറഞ്ഞു കൊടുക്കുക, പിന്നെ ഈ ഗീത പറഞ്ഞു കൊടുക്കാഞ്ഞത്? ഗീത പറഞ്ഞു കൊടുത്തത് അർജുനാണ്. സത്യത്തിൽ യുധിഷ്ഠിരനല്ലേ അതിന് അർഹൻ എന്ന് തോന്നാറുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? യുധിഷ്ഠിരൻ ആദ്യമേ ഒരു ധാരണയുണ്ട്. എന്താ ധാരണ എന്നറിയോ? ധർമ്മം മാത്രമേ ശരിയുള്ളൂ, ധർമ്മം മാത്രമേ ശരിയുള്ളൂ, വേറെ ഒന്നും ശരിയല്ല എന്നുള്ള മട്ടാണ്. അതെവിടെയാ മനസ്സിലായതെന്നറിയോ? യുദ്ധം കഴിഞ്ഞു. യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ദുഃഖിക്കുകയാണ്. ഞാൻ കാരണം കുറേ ആൾക്കാർ മരിച്ചു, ഞാൻ കാരണം കുറേ ആൾക്കാർ വിധവകളായി. ഈ മഹാപാപം ഞാൻ എവിടെ കൊണ്ടുപോയി കളയും? അതുകൊണ്ട് ഇങ്ങനെ ദുഃഖിച്ചോടിരിക്കുന്ന സമയത്ത് ഗീതം മുഴുവനും അല്ല, ഈ മഹാഭാരതം മുഴുവൻ എഴുതിയിട്ടുള്ള വ്യാസൻ തന്നെ, അതായത് ഈ യുധിഷ്ഠിരന്റെ മുത്തച്ഛനാ, വ്യാസൻ തന്നെ ചെന്ന് പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവേ, അതൊന്നും ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല, അതൊക്കെ എല്ലാ കാലത്തും നടക്കുന്നതാണ്. അത് മഹാരാജാവ് ഒരാൾ മാത്രമാണോ അതിന് കാരണം? എത്രയോ പേര് യുദ്ധം ചെയ്തതല്ലേ, പിന്നെ എന്തിനാ അങ്ങ് മാത്രം ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്നൊക്കെ കുറെ പറഞ്ഞു നോക്കി. എന്ത് പറഞ്ഞാലും യുധിഷ്ഠിരൻ അങ്ങ് ഉള്ളിൽ കയറില്ല. അവസാനം വ്യാസം വിചാരിച്ചു പിന്നെ കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കാം. കൃഷ്ണൻ വന്നു, ഗീത ഉപദേശിച്ച ആളാണ്. നോക്കുക, എന്തുകൊണ്ടാണ് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കാതിരുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ഗീത പറഞ്ഞു കൊടുത്ത ഭഗവാൻ തന്നെ യുധിഷ്ഠിരന്റെ ഇടയ്ക്ക് എത്തിയിട്ട് പറയുകയാണ്, മഹാരാജവേ സർവം കാലഗതം മന്യേ, കാലത്തിന് ചില നിയമങ്ങളുണ്ട്, അത് അങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ട് ദുഃഖിക്കാണ്ടിരിക്കുക. അന്നേരവും സ്വീകരിക്കുന്നില്ല. ഇവൻ എന്തെന്ന് ഇവൻ പറയുന്നത് ശരിയല്ല. കാരണം എന്താ? അല്ലെങ്കിലേ കൃഷ്ണനെ കുറിച്ച് കുറച്ച് നീ കുരുത്തക്കേട്ടവനാണെന്നുള്ള മട്ടാണ്. കാരണം എന്താ? ചില സ്ഥലത്തിൽ അധർമ്മം കാണിക്കുന്നുണ്ട്. കാരണം സ്വന്തം ഗുരുവിനെ അല്ലേ, ഗുരുവിനെ കൊല്ലാൻ നോക്കുമ്പം കൃഷ്ണൻ ഉപായം പറഞ്ഞു കൊടുക്കുക, തട്ടിപ്പ് ഓരോ ഉപായം പറഞ്ഞു കൊടുക്കുക. ഭീമന് പറഞ്ഞു കൊടുത്തു അല്ലേ, ജരാസന്ധനെ കൊല്ലുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തു, ദുര്യോധനെ കൊല്ലാൻ സമയത്ത് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ഓരോരോ തട്ടിപ്പ് പറഞ്ഞു കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് യുധിഷ്ഠിരന്റെ ദൃഷ്ടിയിൽ കൃഷ്ണൻ ധർമ്മവാദിയല്ല. അതുകൊണ്ട് അതും അംഗീകരിക്കുന്നില്ല. അപ്പോഴാണ് കൃഷ്ണൻ മനസ്സിലായോ, എന്തായാലും അംഗീകരിക്കുന്ന ഒരാളുണ്ട് ഭഗവാൻ, പിന്നെ യുധിഷ്ഠിരൻ, അത് ഭീഷ്മരാണ്. ഭീഷ്മർ പറഞ്ഞ് അംഗീകരിക്കും. അങ്ങനെയാണ് യുദ്ധം കഴിഞ്ഞിട്ട് അവസാനം യുധിഷ്ഠിരനെയും കൂട്ടിയിട്ട് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ ചെല്ലുക. അവിടുന്നാണ് ഭീഷ്മർ രാജധർമ്മം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്തേ ഇവിടെ യുധിഷ്ഠിരനെ ഇത് സ്വീകരിക്കാൻ മടിയെന്നാണെങ്കിൽ, യുധിഷ്ഠിരൻ ആദ്യമേ ധർമ്മമാണെങ്കിൽ പോലും സത്യമാണോ അസത്യമാണോ എന്നുള്ളതല്ല, മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കി, ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചു. എന്നാൽ അർജുൻ അങ്ങനെയാണോ? അല്ല, ഋജുബുദ്ധിയാണ്. കണ്ണാടി പോലെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഓരോരുത്തരും. കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ ഒരാൾ പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി എൻ്റെ ചിത്രം കാണും അല്ലേ, ഞാനങ്ങ് മാറിയാൽ പിന്നെ എൻ്റെ നിഴലാളിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല, അത് പൂർണ്ണങ്ങ് പോയി. പിന്നെ അടുത്ത ആൾ വന്ന് അയാളുടെ ചിത്രം കാണും. എന്തിനേയും പ്രതിഫലിപ്പിക്കാൻ സാധിക്കണം. മുൻകൂട്ടി ഒരു ധാരണയും നമ്മളുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യമെല്ലാം മനസ്സിലാവും. മുൻകൂട്ടി നിങ്ങൾ ഓരോരോ ധാരണകൾ ഉണ്ടാക്കി, ഓരോ ഫയൽ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഫയലിന്റെ മുകളിലേക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണെന്നറിയോ, ആദ്യം തന്നെ ഞാൻ മുമ്പ് കേട്ട പോലെയല്ലല്ലോ, ഞാൻ മുൻപ് ചിന്തിച്ച പോലെയല്ലല്ലോ, അങ്ങനെ വന്നാൽ പോയി കിട്ടില്ല. അതാണ് ഇത്. ഇന്നത്തെ വിഷയം മാത്രമല്ല പറയട്ടോ, എല്ലാ ആത്മീയ വിഷയങ്ങൾ ഒട്ടുമിക്കതും ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കേട്ടതിൻ്റെ പുറത്ത് ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കുറേ കഴിയുമ്പോൾ സംശയം വരും, ഇങ്ങനെയായാൽ ശരിയാവില്ലല്ലോ. ഏതായാലും ഋഷികൾ എന്ത് ചെയ്തു എന്നറിയോ? ഋഷികൾ ഈ സംശയമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 വർണ്ണങ്ങളെ ഉണ്ടാക്കി.
ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയത്. നല്ല വണ്ണം മനസ്സിലാക്കാൻ പറ്റുന്നവരുടെ ഒരു സൈഡിൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതൊന്നും അല്ല ആത്യന്തിക ലക്ഷ്യം എന്ന ബോധത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന കുറച്ച് പേര്, സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അത്തരത്തിലൊക്കെ വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മൂന്നാമതൊരു വിഭാഗം, ഇവരെ മൂന്നാളെയും സഹായിക്കാം നാലാമതൊരു വിഭാഗം. ഇതാണ് ചാതുർവർണ്ണ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ഒരു തത്വം, ഈ ആന്തരികമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് മുഴുവനും കാരണമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്, ഒരു ചൈതന്യമുണ്ട്. അതിനെ അറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ചലനത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനത, പരമ്പരയായി ജീവിക്കുന്നത്, അതാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത്. രണ്ടാമത്തെ കൂട്ടരോ ഈ സമൂഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തവരാണ് അവര്. ഒപ്പം ഈ ജ്ഞാനമുണ്ട് താൻ, ഈ ഈശ്വരീയ ജ്ഞാനമുണ്ട്. പക്ഷേ കർമ്മമാണ് പ്രധാനം. രജോ ഗുണപ്രധാനികളായിട്ട് കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവരെ സംരക്ഷിക്കുക, ഭരിക്കുക, ഇതൊക്കെ ചെയ്യുന്നവരാണ് ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവർ. മൂന്നാമത്തെ കൂട്ടര് കൃഷി ചെയ്യണം, ഭക്ഷണം വേണ്ടേ, അപ്പോൾ കൃഷി ചെയ്യണം, കച്ചവടം വേണം. അത്തരത്തിൽ ബാക്കിയുള്ള ഈ കർമ്മങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് ചെയ്യുന്നവര് മൂന്നാമത്തെ വിഭാഗം, അവർ വൈശ്യർ. ഇവരെ മൂന്നാളെയും സഹായിക്കാനുള്ളവരാണ് ശൂദ്രർ. അല്ലാതെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവർ നല്ല കേട്ടോ അർത്ഥം. പലരും അങ്ങനെയാണ് ധരിച്ചിട്ടുള്ളത്. ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒന്നിനും കൊള്ളൂല. ഈ മൂന്ന് പേരെയും സഹായിക്കുന്ന വിഭാഗത്തിനെ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല എക്കാലത്തും ഇത് അങ്ങനെ അങ്ങ് നിൽക്കുകയല്ല ചെയ്തത്. പരമ്പരയുണ്ട്, ശരിയാണ്. പാരമ്പര്യത്തിന് അധിഷ്ഠിതമായിട്ടാണ് വന്നിട്ടുള്ളതും ശരിയാണ്. പക്ഷേ മാറി മാറി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വേദം പഠിച്ചവൻ ബ്രാഹ്മണനാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം സാരസ്വതം എന്ന് പറയുന്ന വേദമന്ത്രം ഉണ്ടാക്കിയത് ഐരൂഷനാണ്, ശൂദ്രനാണ്. അതുപോലെ തന്നെ വേദവ്യാസൻ പരാശരപുത്രനാണെങ്കിലും ശൂദ്രകന്യകയിലുണ്ടായതാണ്. എത്രയോ ഋഷികളുണ്ട്. ആ ഋഷികളൊന്നും തന്നെ ഈ പറയുന്ന ബ്രാഹ്മണനോ അല്ലെങ്കിൽ ക്ഷത്രിയനോ വൈശ്യനോ ഒന്നും ആയിരുന്നില്ല. പരസ്പരം ഇവരെല്ലാം തന്നെ സ്നേഹിച്ചിട്ടുണ്ട്. രാമായണ കഥയിലുണ്ടല്ലോ ദശരഥൻ, ഒന്ന് ആലോചിച്ച് നോക്കുക. അത് നമ്മൾ കഥായിമാസ്തേ കഥിതാമഹീയസാം വിഹായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാനവൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതി നതു പാരമാർത്ഥ്യം. ഓരോ കഥകൾ നടക്കുമ്പോഴും ആ കഥകളിലൂടെ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ഇവിടെ രാമായണത്തിൽ എല്ലാ കാലത്തും അന്യോന്യം ബഹുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ദശരഥൻ്റെ അമ്പ്. ശബ്ദസായകം എന്ന് പറയുന്ന വിദ്യ അറിയുന്ന ദശരഥൻ ആന വെള്ളം കുടിക്കുന്നതാണ് എന്ന് കരുതിയിട്ട് ഒരു കുടത്തിൽ വെള്ളം മുക്കുന്ന ശബ്ദം കേട്ടിട്ട് അമ്പ് ചെയ്തു. അതൊരു മുനികുമാരന് പോയി കൊണ്ടു. രാത്രിയാണേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ മുനികുമാരനാണെന്ന് വേഗം ഓടി രക്ഷപ്പെട്ടേക്കാന്ന് ചിന്തിച്ചു. ദശരഥൻ ചിന്തിച്ചിട്ടില്ല. ദശരഥൻ അവിടുന്ന് ഉള്ള സത്യം ആ മുനികുമാരോട് പറഞ്ഞു. തന്നേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു കുട്ടി. അപ്പം ആ കുട്ടി പറയണത് എന്താ അറിയോ, കണ്ണൊന്നും കാണാതെ കണ്ട എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അപ്പം ഒന്ന് അവർക്ക് ഈ വെള്ളം കൊണ്ടു കൊടുത്തിട്ട് അവരോട് സത്യം പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അങ്ങ് അനുഭവിക്കുകയും വേണ്ടി വരും എന്ന് പറയാണ്. ഒരു ജാതി കൊണ്ട് വൈശ്യനാണ് ഇവർ പറയുകയാണെന്ന് ആ കുട്ടി പറഞ്ഞു, ഞാൻ ജാതി കൊണ്ട് വൈശ്യനാണ്, അങ്ങേക്കാളത്തിന് താഴെയാണ്. ദശരഥൻ പറയുന്നു, ഞാൻ അയോധ്യാധിപനായിട്ടുള്ള രാജാവാണെന്ന് പറയുന്നുണ്ട്. അവിടെ സത്യം പറഞ്ഞ് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ ആ കുട്ടി മരിച്ചു എന്ന് വിചാരിക്കാന്നല്ല, നമ്മൾ ആ അമ്പ് വലിച്ച് ഊരിയപ്പോൾ കുട്ടി മരിച്ചു. എന്നാൽ ദശരഥൻ ആ ശവോട് ഉപേക്ഷിച്ചും പോയിക്കൂടെ? ഇപ്പോഴും പോവാലോ? പോയില്ല. പോവാതെ കണ്ടെന്നാ നോക്കൂ, രാജധർമ്മം ചെയ്യുന്നത് നോക്കൂ. അവിടെ നിന്ന് ആ വെള്ളം എടുത്തിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ ഇടയ്ക്ക് എത്തി. അവിടെ എത്തി അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും ആ അച്ഛനും അമ്മയും പറയുന്നത് എന്താണ്? കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ
കർമ്മം എന്ത് ചെയ്യും? അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാതെ കണ്ട് പറ്റില്ല. സ്വന്തം മോഹം മരിച്ചപ്പോഴാണ് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. തനിക്ക് അത്താണിയായിട്ടുള്ള മകൻ മരിച്ചപ്പോഴാണ് ആ വൃദ്ധ ദമ്പതികൾ പറയുന്നത് കർമ്മമത്രേതെടുക്കാവതെല്ലാവർക്കുമേ. എന്നിട്ടോ ആ രാജാവിനോട് പറഞ്ഞു, ഒന്ന് ചിത ഉണ്ടാക്കിയിട്ട് എൻ്റെ മകൻ്റെ ശരീരം ഒന്ന് ദഹിപ്പിക്കണം. ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ ഇവർക്ക് കരുത്തില്ലാഞ്ഞിട്ടാണോ ഈ ദശരഥനെ ശപിക്കാൻ? അവര് പുത്രദുഃഖത്താൽ തീയിലേക്ക് എടുത്ത് ചാടുമ്പം എവിടെയോ നോക്കിയിട്ട് ദശരഥനെ നോക്കിയോന്ന് അറിയില്ല. കാരണം കണ്ണു കാണാത്തവനെങ്ങനെ നോക്കും? ചിതയുടെ ചൂട് കണക്കാക്കിയിട്ട് ചിതയിലേക്ക് എടുത്ത് ചാടുമ്പോൾ പറയുകയാണ് അങ്ങും പുത്രദുഃഖത്താൽ മരിക്കട്ടെ. ആ ശാപം അവിടെ ഇട്ടില്ലേ? അപ്പൊ അവർക്ക് കരുത്തില്ലാഞ്ഞിട്ടാണോ? കരുത്തുണ്ടെങ്കിലും അവര് ദശരഥനെ ശപിച്ചില്ലാതെ കണ്ടാക്കിയിട്ടില്ല. ദശരഥൻ ധർമ്മം പാലിക്കാതെ കണ്ട് അവിടുന്ന് ഓടിപ്പോയിട്ടില്ല. എല്ലാവരും അന്യോന്യം സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പരസ്പര ധാരണയോടുകൂടി ജീവിച്ചിട്ടുമുണ്ട്. ഏതായാലും നമ്മളുടെ ഈ സംസ്കാരത്തിന് പറഞ്ഞു വന്നത്, ഈ സംസ്കാരത്തിന് അത്തരത്തിലുള്ള ഒരു 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 വർണ്ണവ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അത് തല്ലുകൂടാൻ വേണ്ടിയിട്ടുള്ളതല്ല. വളരെ വ്യക്തമായി അത് പറയാൻ കാരണം ഇതിലങ്ങനെ ഒരു കഥ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥയോട് കൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ആചാര്യസ്വാമികൾ അദ്വൈതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈശ്വര നിയോഗം എന്നോണം കാലടിയിൽ ജനിച്ചു. കാലടിയിൽ ജനിച്ചിട്ട് വെറും 8 വയസ്സ് പ്രായം, 8 വയസ്സേ പ്രായമുള്ളൂ. ആ 8 വയസ്സിലുള്ള കുട്ടി അങ്ങനെ വഴിയാത്രക്കാരുടെ കൂടെ ഒക്കെ നടന്നിട്ടും അങ്ങനെ 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 നർമ്മദയുടെ തീരം വരെ എത്തി. നർമ്മദയുടെ തീരത്തെത്തിയിട്ട് ഗോവിന്ദ ഭഗവത് പാദരെ കാണാൻ ചെല്ലുകയും, അതിനു മുമ്പൊക്കെ കഥകൾ പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. ആചാര്യസ്വാമികളുടെ അഗസ്ത്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോകുന്നത്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അത് പോട്ടെ, നമുക്ക് ആ കഥാതന്തുവിലേക്ക് ആചാര്യസ്വാമികൾ അല്ലെങ്കിൽ ശങ്കരൻ എന്ന കുട്ടി, ആചാര്യസ്വാമികളെന്നൊന്നും പറയണ്ട, ശങ്കരൻ എന്ന കുട്ടി ഗോവിന്ദ ഭഗവത് പാദരെ കാണുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത്, കുഞ്ഞെ നീ ആരാ? ലൗകികമായ മറുപടിയാണ് ഉത്തരമെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും പുത്രനായിട്ടുള്ള കാലടിയിൽ നിന്ന് വരുന്ന ശങ്കരനാണ് എന്നാണ് പറയേണ്ടത്. അത് തന്നെ ദശശ്ലോകി നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ശങ്കരൻ അല്ലേ? ഭൂമി എന്നതേജോ എന്നതോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഞ്ചഭൂതങ്ങളൊന്നുമല്ല, അതല്ല ഇതല്ല ഇതല്ല ഒന്നുമല്ല, ഞാൻ കഴിക്കേണ്ട വസ്തുവല്ല, കഴിക്കുന്ന വസ്തുവല്ല, ഒന്നുമല്ല. എൻ്റെ അവസാനം ശിവോഹം 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 ശിവോഹം. ഞാൻ കേവലമായിട്ടുള്ള ശുദ്ധമുക്ത ആ ഒരു പ്യുവറായിരിക്കുന്ന ആത്മാവാണ്, ഈശ്വരനാണ് എന്ന് പറയുകയാണ് അവ കുട്ടി 10 ശ്ലോകത്തിലൂടെ. അവിടെ നിന്ന് 2 വർഷക്കാലത്തോളം ഏകദേശം ഗോവിന്ദ ഭഗവത് പാദരുടെ അടുത്ത് താമസിക്കുകയും ഗോവിന്ദ ഭഗവത് പാദര് തന്നെ 3-4 വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ശങ്കരനേക്കാൾ പ്രായമുള്ള തൻ്റെ തന്നെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് ശങ്കരന് സംരക്ഷണം എന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് കാശിയിൽ നിന്ന് തുടങ്ങാൻ പറഞ്ഞു. കാശിയിൽ ചെന്നിട്ട്, അന്ന് കാശിയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വിദ്വൽ സദസ്സൊക്കെ നടക്കുന്ന സ്ഥലം. എല്ലാ മതക്കാരും എല്ലാ ആശയം 1072 തരത്തിലുള്ള ആശയം കൊണ്ടു നടക്കുന്നവരും കാശിയിൽ വന്നിട്ടാണ് വാദിക്കുക. ദ്വൈതം, അദ്വൈതം, വേദാന്ത സകലതും. അവിടെ ഈ കുട്ടി എത്തുന്നു. അവിടെ നിന്ന് വാദപ്രതിവാദങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും, ഉപനിഷത്ത് വ്യാഖ്യാനം, ബ്രഹ്മസൂത്രം, പ്രസ്ഥാനത്രയങ്ങൾക്കൊക്കെ വ്യാഖ്യാനം എഴുതുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അവിടെ വെച്ചാണ് സനന്ദനൻ ഉള്ള ശിഷ്യന്മാരൊക്കെ വന്നു ചേരുന്നത്. ഒരു ദിവസം ആചാര്യസ്വാമി കുളിച്ചിട്ട് ഗംഗയിൽ നിന്ന് കുളിച്ച് വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചണ്ടാളൻ 4 നായ്ക്കളുമായിട്ട്
വഴി ചണ്ടാളൻ എന്ന് പറയുമ്പോൾ ഓർക്കുക, ശൂദ്രനുമല്ല കേട്ടോ. പലരും ധരിച്ചത് എന്താ പറയുക, ശൂദ്രൻ എന്നാണ്. ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചണ്ടാളൻ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാ. ചണ്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായുടെ മാംസം പോലും കഴിക്കും. എല്ലാ തരത്തിലുള്ള മാംസം കഴിച്ച് ജീവിക്കുന്ന, ഒരു തരത്തിലും ആചാരാനുഷ്ഠാനം ഇല്ലാത്ത ആളാണ്. ശൂദ്രൻ അങ്ങനെയൊന്നുമല്ല. ശൂദ്രൻ എന്നൊക്കെ പറയുന്നത് എത്രയോ ആചാരാനുഷ്ഠാനമുള്ള ആൾക്കാരാണ്. കാരണം എന്താ അറിയോ, ശൂദ്രജാതിയിലാണ് ആര്, വിതുരൻ ജനിച്ചത്. വിതുരൻ എങ്ങനെയാണോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശൂദ്രജാതിയിൽ ജനിച്ചിട്ടുള്ള വിതുരൻ ഹസ്തിനപുരത്തിന്റെ മന്ത്രിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അന്ന് ജാതി ഉണ്ടായിരുന്നു എന്നെ പറയുന്നതിൽ എന്ത്, ജാതി ഇല്ല എന്നല്ല പറയണത്. അവിടെ ദ്രോണൻ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണ് അല്ലേ, അശ്വത്ഥാമാവ് ക്ഷത്രിയനാണ്, ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്. എല്ലാവരും അന്ന് ഇന്നിന്നതേ ചെയ്തൂടൂ എന്ന്. പക്ഷെ ചില കാലഘട്ടങ്ങളിൽ ഈ ജാതിയുടെ അതിരൂക്ഷത കാരണം ഇവിടെ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇല്ലാന്നൊന്നും പറയുന്നില്ല, കാരണം ചരിത്രത്തെ നമ്മൾ നിഷേധിക്കൊന്നും വേണ്ട. എങ്കിലും ഇതുണ്ടാക്കിയിരുന്ന കാലഘട്ടത്തിൽ ഒന്നിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നിനെ കുറച്ച് കാണാനോ വേണ്ടി ആയിരുന്നില്ല ഇതൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ചണ്ടാളന്മാര് സാധാരണഗതിയിൽ ഈ 4 വർണ്ണത്തിലുള്ളവർ നടക്കുന്ന വഴിയിലെപ്പോഴും നടക്കാൻ പാടില്ല, നടക്കില്ല എന്നാണ്. അങ്ങനെയുള്ള ചണ്ടാളൻ ഒരു പ്രധാന തെരുവിൻ്റെ വീതിയിലൂടെ നടന്നു വരിക ഇങ്ങോട്ടേക്ക്. അപ്പം അന്നത്തെ കാലത്തും ഉണ്ടാവും മാറി നിൽക്കൂ എന്ന് പറയുന്നുണ്ടാവാം. അപ്പം ആചാര്യസ്വാമികൾ മാറി നിൽക്കാൻ പറഞ്ഞു. മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഈ ചണ്ടാളനും ആചാര്യസ്വാമികളും തമ്മിലുള്ള ഒരു ചോദ്യോത്തരമാണ്. വാദപ്രതിവാദമൊന്നുമില്ല, ചോദ്യോത്തരം മാത്രമാണ് ഈ കഥയ്ക്ക് ആസ്പദമായിട്ട് പറയുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടോ ആവോ, നടന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ശങ്കരാചാര്യസ്വാമികൾ തന്നെ തൻ്റെ അഭിപ്രായം ഒരു 5 ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ടാവാം. ആരെങ്കിലും ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ എഴുതിയിട്ടുണ്ടാവാം. ആ എഴുതിയിട്ടുള്ള 5 ശ്ലോകങ്ങളെ വെച്ചിട്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വ്യാഖ്യാനിച്ചതും ആവാം, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നടന്നതാണ് നടക്കാത്തതാണ് അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, നടന്നാലും നടന്നിട്ടില്ലെങ്കിലും നമുക്ക് അവിടുത്തെ എന്താ പ്രാധാന്യം ഇതിലെന്ത് പറയുന്നു, അത് നമുക്ക് ഗുണമാണോ ദോഷമാണോ, നമുക്ക് എടുക്കണോ തള്ളണോ കൊള്ളണോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കേണ്ടത്, അല്ലെ ചിന്തിക്കേണ്ടത്. ആചാര്യസ്വാമികളെ ഈ ചണ്ടാളൻ അഭിസംബോധന ചെയ്യുന്ന 2 പദമുണ്ട്, 2 പാഠമുണ്ട്. ആദ്യത്തെ ശ്ലോകം തന്നെ അന്നമയാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് യതിവര ദുരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛ ഗച്ഛേതി. അവിടെ യതിവര എന്നുള്ളതിന് സ്ഥാനത്ത് ദ്വിജവര പാഠമുണ്ട്. പറയാൻ കാരണം യതിവര എന്ന് പ്രയോഗിച്ചാലും ദ്വിജവര എന്ന് പ്രയോഗിച്ചാലും തെറ്റില്ല. പക്ഷേ ആചാര്യസ്വാമികൾ അവിടെ ദ്വിജവരനായിട്ടല്ല നിൽക്കുന്നത്, യതിവരനായിട്ടാണ്. കാരണം സന്യാസം സ്വീകരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് യതിവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി, അല്ലയോ സന്യാസി ശ്രേഷ്ഠ പറയൂ എന്നാണ് അഭിസംബോധന. നേരെ മറിച്ച് അവിടെ ദ്വിജവര എന്ന് പ്രയോഗിച്ചാലും തെറ്റില്ല. കാരണം എന്താ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സമൂഹത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ച് ദ്വിജവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ഇതിനു വേണ്ടി ജീവിക്കുന്നവനാണ്. ബ്രാഹ്മണന് ജോലി എടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് കുടുംബം പോറ്റുക എന്ന് പറഞ്ഞാൽ അവൻ ബ്രാഹ്മണനല്ല. പക്ഷെ ഇന്നത്തെ ഒരു കാലത്തിൻ്റെ മാറ്റം കൊണ്ട് അതൊക്കെ ചെയ്തേ മതിയാവൂ. കാരണം ഓരോരുത്തരും അണുകുടുംബങ്ങളായി മാറുമ്പോൾ ഓരോരുത്തരും ഇനിയിപ്പോൾ എൻ്റെ കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ഞാൻ സമ്പാദിച്ചുകൊണ്ട് പോകണം. അതുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പഴയ കാലഘട്ടത്തിൽ വിവേകാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസര് വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞു അത്രേ, കുറച്ച് പേരെങ്കിലും ഈശ്വരന് വേണ്ടി ജീവിക്കാൻ വിടും, അവർ ഈശ്വരന് വേണ്ടി ജീവിക്കട്ടെ. അങ്ങനെ ഈ ഒരു തത്വത്തിന് വേണ്ടിയിട്ട് ഈ വേദാന്തർഗതമായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അദൃശ്യമായിരിക്കുന്ന ആ
നാനാത്വത്തിലെ ഏകത്വത്തെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന വിധം ജീവിതചര്യ കൊണ്ടുപോയ ഒരുപാട് പേരുണ്ട്. അവരാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദ്വിജവര എന്നൊരു പാഠം കൂടെ ശരിയുണ്ട് എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യം സംരക്ഷിക്കുന്നവരാണെങ്കിൽ ഈ തത്വം അവർക്ക് അറിഞ്ഞിരിക്കണം എന്നാണ്. എന്തായാലും ചോദ്യത്തിലേക്ക് കിടക്കുക. ചോദ്യം ചോദിക്കുന്നത് മാറിപ്പോ എന്നല്ലേ പറഞ്ഞത്. വരുമ്പോഴേ ചണ്ടാളനോട് പറയാണ് മാറിപ്പോകൂ. അത് ചിലരൊക്കെ ഒരു ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു എന്നൊന്നും ചിന്തിക്കണ്ട. കാരണം ആജ്ഞാസ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചണ്ടാളൻ്റെയും അല്ലെങ്കിൽ ആചാര്യസ്വാമികളുടെയും മറുപടിയും ആ രീതിയിലാവണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ചണ്ടാളൻ പറയുന്നത് എന്താണ്? അന്നമയാതന്നമയം ചൈതന്യമേവ ചൈതന്യാത്. ഒക്കെ ഒരു അത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ചൈതന്യമേവ ചൈതന്യാതെന്നൊക്കെ വരുള്ളൂ. നോക്കും ആ ചണ്ടാളൻ ചോദ്യം അതുകൊണ്ടാണ് പറഞ്ഞു. ചോദ്യം കേൾക്കുമ്പോഴേക്കും ശങ്കരാചാര്യസ്വാമിയുടെ ഉള്ളിലെ കാര്യം പിടികിട്ടി. കാരണം ഒരു സാധാരണക്കാരൻ മാറിപ്പോന്ന് പറഞ്ഞിട്ട് ഇപ്പം മാറിപ്പോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ആരോടാ മാറാൻ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കുക. അതല്ലാതെ കണ്ട് നോക്കൂ, ചില സത്യങ്ങൾ നോക്കൂ. വേദത്തിലൊരു നിയമമുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ അതാണ് നമ്മൾ എടുക്കേണ്ടത്. വേദത്തിൽ ഒരു നിയമമുണ്ട്. നിങ്ങളൊക്കെ ആധ്യാത്മിക വിഷയം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക വിചാരിക്കുക. അപ്പം ആധ്യാത്മിക വിഷയം അന്വേഷിച്ച് നടക്കുന്നവർ പലരും പറയും എനിക്ക് ഗുരുവിനെ കിട്ടുന്നില്ല, എനിക്ക് വേണ്ട ഗുരുവിനെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഋഷികൾ പറയണത് നിങ്ങൾക്ക് ഗുരുവിനെ കിട്ടാൻ ഒരു വിഷമവും ഇല്ല. കാരണം ഈ പ്രകൃതി തന്നെ നിങ്ങൾക്ക് അങ്ങ് ഗുരുവായി മാറും. എന്ത് വേണം? നിങ്ങൾക്ക് പക്വത വേണം. നിങ്ങൾക്ക് പക്വതയുണ്ടെങ്കിൽ ഈ പ്രകൃതിയെ നിങ്ങളുടെ മുന്നിൽ ഗുരുവായിട്ടങ്ങ് തീരും. ഒരാൾക്കും ഗുരുവില്ലാത്തത് കൊണ്ട് ഈ പറയുന്ന ജ്ഞാനം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, രമണ മഹർഷിക്ക് ഗുരു എവിടെ? ആരുമില്ല. പക്ഷെ രമണ മഹർഷി ഈ തത്വം ഉള്ളിൽ വന്നു, ബോധം വന്നു. എവിടുന്നോ ഒരു അരുണാചലം എന്നൊരു വാക്ക് കേൾക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന മാറ്റം എവിടെയാണ് ഉണ്ടാവുകയെന്ന്. ഒരു 10-16 വയസ്സുള്ള ഒരു കുട്ടിക്ക് അരുണാചലം എന്ന വാക്ക് കേട്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ബോധം ഉണരുകയാണ്. ആ കുട്ടി ഏകദേശം 2 മാസത്തോളം സ്കൂളിൽ പിന്നെയും പോയി എന്നാണ് പറയണത്, ഈ ബോധം വന്നപ്പോൾ. പക്ഷെ എങ്ങനെയായി വന്നതെന്ന് വെച്ചാൽ സ്കൂളിൽ ചെന്നാൽ അവിടെ ഇങ്ങനെ ഇരിക്കും, ബെഞ്ചിലിരിക്കും. ചിലപ്പോൾ ക്ലാസ്സിലും കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടാവും, ഇവനടുത്ത് ഇങ്ങനെ ഇരിക്കും. ഇമ്പോസിഷൻ കൊടുത്തിട്ടുണ്ടാവും, ഇമ്പോസിഷൻ എഴുതാൻ വേണ്ടിയിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കും. ഇമ്പോസിഷൻ എഴുതില്ല, ഒന്നും എഴുതില്ല, എന്തോ ആലോചിച്ചിരിക്കും. ഇത് കണ്ടപ്പോൾ ഏട്ടൻ ഇയാളെ കളിയാക്കി. ഇത്ര വലിയ സന്യാസി, എന്നാൽ പിന്നെ എനിക്ക് വല്ല കാട്ടിലും പോയിട്ട് പിന്നെ ധ്യാനിച്ചാൽ പോരടോ, ഈ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഇതാക്കണം കളിയാക്കി. ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടുന്ന് എഴുന്നേറ്റു, അവിടെ ഒരു എഴുത്തെഴുതി വെച്ചു. നമുക്ക് ആ എഴുത്തിന് പോലും ആ ബോധം വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് അച്ഛനെ അന്വേഷിച്ച് പോകുന്നു. ഞാൻ എന്ന് പറഞ്ഞില്ല, എൻ്റെ പേര് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അച്ഛനെ അന്വേഷിച്ച് പോകുന്നു. ഇതിനെ അന്വേഷിച്ച് ആരും വരേണ്ടതില്ല. ചെറിയമ്മ തന്നിട്ടുള്ളതിൽ ഇത്ര പൈസ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട്, ബാക്കി പൈസ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പോയി അരുണാചലത്തിലെത്തിയപ്പോൾ രമണ മഹർഷി പറയുന്നത്, അരുണാചലം എന്നോട് പറഞ്ഞതാ എന്നെ നോക്കൂ. എന്നാൽ അരുണാചലം എന്ന് പറഞ്ഞ ഒരു പർവ്വതമാണ്. ആ പർവ്വതം പറയുന്നതായിട്ട് രമണ മഹർഷിക്ക് തോന്നുകയാണ്. അത് രമണ മഹർഷി എന്നുള്ള വെങ്കട്ടരാമൻ എന്നാ പേര്, പിന്നെയാണ് രമണൻ എന്നൊക്കെ പേരൊക്കെ വരുന്നത്. ഈ വെങ്കട്ടരാമൻ എന്ന് പറയുന്ന കൊച്ചു കുട്ടിക്ക് തോന്നുകയാണ്, ആ മല എന്നോട് പറഞ്ഞു എന്നെ പോലെ അനങ്ങാണ്ടിരിക്കൂ. ഉപദേശായി, എന്നെ പോലെ അനങ്ങാണ്ടിരിക്കും. അവിടെ അനങ്ങാണ്ടിരുന്നു. അനങ്ങാണ്ട് ഒരു ഗുഹയില്, അരുണാചലത്തിന്റെ ആ ശിവക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു ഗുഹയില് എത്രയോ ദിവസങ്ങളിരുന്നു, മാസങ്ങളിരുന്നു. അവസാനം വേറൊരാൾ കണ്ടിട്ടാണ് പറയണത്, அந்த ഗുഹയിൽ ഒരു ചിന്ന പയ്യൻ ഇருக்கு, ചിന്ന പാര്.
അവിടെ ചെന്ന് നോക്കാം പറഞ്ഞപ്പോൾ ആ കുട്ടിയെ ആൾക്കാരോടും വിളിച്ചു, വരുന്നില്ല, ഉണരുന്നില്ല. അവസാനം ഒരു 3-4 ആൾക്കാർ പോയിട്ട് എടുത്തു കൊണ്ടുവന്നപ്പോൾ കാലിൻ്റെ ഒരു ഭാഗം മുഴുവൻ പെരിച്ചായി തിന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കി. എന്നാൽ ഉറങ്ങുകയാണോ? അല്ല, നല്ല ബോധമുണ്ട്. അങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊരു കൊണ്ട് ഇരുത്തിയപ്പോൾ ഒരമ്മ വന്നിട്ട് കുറച്ച് കഞ്ഞി വെള്ളം കൊടുക്കാച്ചിട്ട് പോയി. വായ തുറക്കില്ല. എന്നാൽ കണ്ണ് നല്ലവണ്ണം തുറന്നിട്ടുണ്ട്. എന്നാൽ കണ്ണ് അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ദൃഷ്ടി എങ്ങനെയാണ് അറിയോ? വേദത്തിൽ വിഷ്ണു സൂക്തമുണ്ട്. ഈ വിഷ്ണു സൂക്തത്തിൽ എങ്ങനെയാന്ന് പറയും, നമ്മൾ ധ്യാനിക്കുക എന്ന് പറയുമ്പം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? നിങ്ങളിങ്ങനെ ധ്യാനിക്കുമ്പോൾ കണ്ണടച്ചിട്ടല്ല. പലരും ധരിക്കുന്നത് ഈ കണ്ണടച്ചിരുന്നാലാണ് ധ്യാനം. കണ്ണടച്ചിരുന്നാൽ ധ്യാനമല്ല, ഉറക്കം വരുമെങ്കിൽ. കണ്ണിങ്ങനെ തുറന്നിരിക്കണം. എന്നാലോ ഇടയ്ക്ക് നമ്മൾ തന്നെ നോക്കുക. നമ്മുടെ കണ്ണ് കുറച്ച് കഴിയുമ്പോഴല്ലോ ഇങ്ങനെ കണ്ണ് ചിമ്മൂല്ലേ? ചിമ്മാൻ പാടില്ല. തത് വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി സൂരയാം ദിവീവ ചക്ഷുരാതതം. ദൂരത്തെവിടെയോ എന്തോ ഒന്നിനെ കണ്ടിട്ടെന്ന പോലെ ഇങ്ങനെ നോക്കുക. കണ്ണ് ഇമ വെട്ടില്ല. എന്നാ കണ്ണ് തുറന്നിട്ടുണ്ട്, എല്ലാം കാണുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ വായിലേക്ക് നിർബന്ധിച്ചിട്ട് ഒരു സ്പൂണ് കഞ്ഞി ഒഴിച്ചപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആ വെള്ളം കയറി പോയി വറ്റാടെ തന്നെയുണ്ട്. അത്ര പോലും ഒന്നിനോടും ഇതില്ലാതെ കണ്ടാണ് ഈ കുട്ടി ഇരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഒരു തരത്തിലും ബാഹ്യമായിട്ടുള്ള ഒരു ഇതുമില്ല എങ്കിൽ നമ്മളിൽ അതിനുള്ള കഴിവുണ്ട് എന്നാണ്. ആ കഴിവുണ്ടെങ്കിൽ ഈശ്വരൻ എവിടെന്നെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നമ്മളുടെ മുന്നിൽ വരും. ഇതുപോലെ ഉപനിഷത്ത് കഥകൾ ഇഷ്ടം പോലെയുണ്ട്. പശുക്കൾ, മലകൾ, പർവ്വതങ്ങളൊക്കെ ഉപദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കഥകൾ, നക്ഷത്രത്തിനെ നോക്കിയിട്ട് യാത്ര ചെയ്തവരുടെ കഥകളുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആ ശക്തി നമ്മളുടെ മുന്നിൽ ഗുരുവിൻ്റെ രൂപത്തിൽ വരും. തോത്താപുരിയുടെ രൂപത്തിൽ ആരുടെ മുന്നിൽ വന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മുന്നിൽ വന്നു ഇല്ലേ? നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ കിട്ടും. അതേപോലെ ശങ്കരാചാര്യസ്വാമികൾക്കും ഈ ബോധം നല്ലവണ്ണം, ആ 8 വയസ്സുള്ള കുട്ടി, 10 വയസ്സ് ഉള്ള കുട്ടി കാശിയിൽ വെച്ച് ഈ ബോധം നല്ലവണ്ണം വന്നു. വ്യാഖ്യാനങ്ങൾ മുഴുവനും കൃത്യമായിട്ട് എഴുതി തുടങ്ങി. അദ്വൈതം ഇങ്ങനെ പ്രചരിപ്പിച്ചു തുടങ്ങി. അപ്പോഴാണ് ചിലപ്പോൾ നമുക്ക് അറിവും തിരിച്ചറിവും ഉണ്ടാവാൻ എന്ത് വേണം? അറിവൊന്നും കൂടെ ബലം കിട്ടണമെങ്കിൽ തിരിച്ചറിവ് വേണം, വേണ്ടേ? ഇപ്പം തീ തൊട്ടാ പൊള്ളും, അത് നമുക്കറിയാം. പക്ഷെ തീ തൊട്ടാ പൊള്ളും എന്നുള്ളവൻ എപ്പോഴെങ്കിലും പൊള്ളിയിട്ടുണ്ടെങ്കിലോ പിന്നെ ജന്മത്തിലൊന്നും തീ തൊടൂല. ഇതുപോലെ ആചാര്യസ്വാമികൾക്കറിയാം ഇതെല്ലാം ഈശ്വരനാണ്, ഒക്കെ അറിയാം. എങ്കിലും അതൊന്നും കൂടി അങ്ങ് ആ ആചാര്യസ്വാമികൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വിശ്വനാഥൻ തന്നെ, ഭഗവാൻ കൈലാസനാഥൻ തന്നെ ശങ്കരാചാര്യരുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് ഇത് മുഴുവനും ഒന്നാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെ ആ ചോദ്യം തന്നെ ഒരു പ്രൗഢമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന ചോദ്യമാണെന്നുള്ളതിന് തെളിവ് അന്നമയാനന്ദമയം. ഈ ഭക്ഷണം കഴിച്ചിട്ട് പുഷ്ടിപ്പെടുന്ന ഈ ശരീരമാണോ മാറേണ്ടത്? ചോദിക്കുക. എന്നിട്ട് തൊട്ടടുത്ത് പദം പറയുന്നത് എന്താ അറിയോ? ചൈതന്യമേവ ചൈതന്യാത്. അല്ല, ചൈതന്യമാണോ മാറേണ്ടത്? ശരീരവും ചൈതന്യവും രണ്ടുണ്ട് എന്ന് ബോധം ഉള്ളവനല്ലേ ചൈതന്യമാണോ മാറേണ്ടത് ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ആരും ചോദിക്കുമോ? ചോദിക്കില്ല. കാരണം ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ആചാര്യസ്വാമികൾക്ക് കാര്യം മനസ്സിലായി. അവിടെ പിന്നെ ചോദിക്കുന്നത് എന്താ? അന്നമയാതന്നമയം ചൈതന്യമേവ ചൈതന്യാത് യതിവര ദുരീകർത്തും വഞ്ചസി.
ഇതിവര അല്ലയോ സന്യാസി ശ്രേഷ്ഠ ദുരീകർത്തും വാഞ്ചസി, ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. പറയൂ, നീ എന്തുകൊണ്ടാണ് മാറൂ ആരോടാണ് പറഞ്ഞത്? ഈ ശരീരത്തോടാണോ? ഭക്ഷണം കഴിച്ചിട്ട് വേർത്തിട്ടുള്ള ഈ ശരീരത്തോടാണോ മാറാൻ പറയണത്? അങ്ങനെയാണെങ്കിൽ എൻ്റെതും നിൻ്റെതും ഒരുപോലെയല്ലേ? നിൻ്റെതും ശരീരം കഴിച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ശരീരമാണ്, എൻ്റെതും അതെ. അപ്പോൾ ശരീരത്തിൽ നിന്നെങ്കിലും ഭേദം ഉണ്ടെങ്കിലല്ലേ മാറണമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരീരം ആണ് മാറേണ്ടതെങ്കിൽ ഞാനും നീയും, ശരീരം എന്നുള്ളത് അന്നമയമാണ്, ഭക്ഷണം കഴിച്ചാൽ നിൽക്കുന്നതാണ്. എൻ്റെതും അങ്ങനെയാണ്, നിൻ്റെതും അങ്ങനെയാണ്. പിന്നെന്താ ഒരു മാറ്റം? പിന്നെയോ ചൈതന്യമേവ ചൈതന്യാത്. ഇനി ചൈതന്യത്തിൽ നിന്ന് ചൈതന്യമാണോ മാറേണ്ടത്? നിന്റെ ആ ജഡമായിട്ടുള്ള ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചൈതന്യം നിന്റെ ഉള്ളിലുണ്ട്, അതുപോലെ എൻ്റെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ട് ചൈതന്യത്തിൽ നിന്ന് ചൈതന്യമാണോ മാറേണ്ടത്? പറയൂ. അത് ദുരീകർത്തും വാഞ്ചസി, ഞാൻ ആഗ്രഹിക്കുക. എന്നിട്ടോ ഒരു ഉദാഹരണം പറഞ്ഞുകൊടു. അത് പറയണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. കാരണം എന്താ? ഒരു ദേഷ്യത്തോടു കൂടിയാണെങ്കിൽ, ശങ്കരാചാര്യരെ അവഹേളിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. ഈ ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം നീ ഉത്തരം പറയുന്നേ പറയുള്ളൂ. എന്നിട്ട് അവിടെ ആചാര്യസ്വാമികൾക്ക് ആ സത്യം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് കാശി വിശ്വനാഥൻ ഈ ചണ്ടാള വേഷത്തിൽ 4 നായ്ക്കളോടുകൂടെ വന്നത്. 4 നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തത്വവാക്യം, മഹാവാക്യങ്ങളാണ് 4. അഹം ബ്രഹ്മാസ്മി, അതുപോലെ തന്നെ തത്വമസി എന്നൊക്കെ പറയുന്ന 4 വാക്യങ്ങളുടെ രൂപത്തിൽ 4 നായ്ക്കൾ ആ മഹാവാക്യങ്ങളോടുകൂടെ വന്നു എന്നാണ്. അതായത് അവിടെ ചോദിക്കുന്നത് എന്താ അറിയോ? ശങ്കരാചാര്യസ്വാമികള് ആ ആദ്യത്തെ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയെങ്കിലും അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഗംഗയില് ഗംഗാംബുനി എന്ന് പറഞ്ഞ ഗംഗയിൽ സൂര്യൻ പ്രതിബിംബിക്കും. അതുപോലെ തന്നെ മുന്നിലുള്ള ഓടയുണ്ട്. ആ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ തെരുവിൻ്റെ 2 സൈഡിലും ഓടയുണ്ട്, അതിൽ വെള്ളമുണ്ട്. അതിലും സൂര്യൻ പ്രതിബിംബിക്കും. ഈ 2 സൂര്യനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഗംഗാജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനും ഈ ഓടയിൽ പ്രതിബിംബിക്കുന്ന സൂര്യനും തമ്മിൽ എന്താ വ്യത്യാസം? വേറൊരു ഉദാഹരണം പറയുകയാണ്. നിങ്ങളൊരു പാത്രമില്ലേ, സാധാരണ പാത്രം, നമ്മൾ ഈ വാഴ വാട്ടിയിട്ട് വായി കിട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പാത്രം എടുക്കുക. മൺപാത്രം എടുത്തിട്ട് വാഴയില വാട്ടിയിട്ട് അതിൻ്റെ കെട്ടുക. ഇപ്പുറത്തൊരു സ്വർണത്തിൻ്റെ പാത്രം വെക്കുക. അതിൻ്റെ ഉള്ളിലും വാഴ കിട്ടുക. ഉള്ളിലൊന്നും നിറയ്ക്കണ്ട, പക്ഷെ ഉള്ളിൽ സ്പേസ് ഉണ്ടല്ലോ. ഈ സ്പേസ് രണ്ടും തമ്മിലെന്ന വ്യത്യാസം? പാത്രം വ്യത്യാസമുണ്ട്, ശരിയാണ്. ഒന്ന് മണ്ണിന്റെ പാത്രമാണ്, മറ്റൊന്ന് സ്വർണത്തിന്റെ പാത്രമാണ്. പക്ഷെ സ്വർണത്തിന്റെ പാത്രത്തിന്റെ ഉള്ളിലുള്ള ആകാശം, സ്പേസും, അതുപോലെ തന്നെ മൺകുടത്തിന്റെ ഉള്ളിലുള്ള സ്പേസും രണ്ടാകുമോ? അതുപോലെ എന്താ വ്യത്യാസം? രണ്ടും തന്നെ. അതുപോലെ തന്നെ സൂര്യൻ ഓടയിലെ വെള്ളത്തിലാണോ, സമുദ്രത്തിലെ ഉപ്പുജലത്തിലാണോ, അല്ലെങ്കിൽ പിന്നെ ഗംഗയിലെ വെള്ളത്തിലാണോ, എവിടെ വേണമെങ്കിലും പ്രതിബിംബിച്ചോട്ടെ, ആ പ്രതിബിംബം രണ്ടായി മാറുമോ? ആ പ്രതിബിംബം ഈ വെള്ളവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഏത് വെള്ളത്തിലായാലും ആ ബിംബം, പ്രതിബിംബം സൂര്യൻ ഉണ്ടാവും. ഇതാണ് ഉദാഹരണമായിട്ട് ചോദിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പല്ലേ? ആചാര്യസ്വാമികളെ ഏതോ ഒരു തത്വം ബോധിപ്പിക്കണം. ആ തത്വം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഭവജ്ഞാനം കൊടുക്കണം. ആ അനുഭവജ്ഞാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടാവുക. നടന്നിട്ടുണ്ടെന്നും ഇല്ലാന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം കപോലകൽപ്പിതമായിട്ടുള്ള പലതരത്തിലുള്ള കഥകൾ ഇവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നടന്നതാണോ എന്തായാലും അറിയില്ല. എന്തായാലും പലരും ഇത്
ആചാര്യസ്വാമികളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആചാര്യസ്വാമികളെ പിന്നെ ആ അദ്വൈത ഭാവത്തിൽ അഹങ്കരിച്ചപ്പോൾ ആ അഹങ്കാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഓരോരുത്തരുടെ കപോലകൽപ്പിതമായിരിക്കാം. എന്തായാലും ആ ശ്ലോകം ഒന്ന് ചെല്ലാം, ആദ്യത്തെ ശ്ലോകം ഒന്നുകൂടെ ചെല്ലാം. അന്നമയാതന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് യതി വരദുരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛ ഗച്ഛേതി. ആദ്യത്തെ ചോദ്യം. രണ്ടാമത് ആചാര്യസ്വാമികളോട് ചോദിക്കുകയാണ്, കിം ഗംഗാംബുനിബിംബിതെംബരമണോ ചണ്ഡാളവീഥീപയ പുരേവാന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാന്തരേ. അടുത്ത പദം അതിനെ കേൾക്കുമ്പോണ്ടല്ലോ അത്രയും ജ്ഞാനമുള്ളവർക്കൊക്കെ അത് വരുള്ളൂ. ഒരു സാധാരണക്കാരൻ, ഒരു ചണ്ടാലിനൊന്നും അത് വരില്ല. പ്രത്യക് വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധം ബുധോ. ഓ, അത്രയും ഉജ്ജ്വലമാണ് ആ വാക്കുകളൊക്കെ. എന്നിട്ട് പറയാണ് എന്ത്, വിപ്രോയം ശ്വപചോയമിതി. നമുക്ക് പ്രത്യക് വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധം ബുധോ. ഇവിടെ ദ്വിജവര യതിവര എന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ ചണ്ടാള വീതിയിലും ഗംഗാജലത്തിലും ഒക്കെയുള്ള വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ രണ്ടാണോ? സ്വർണ്ണക്കുടത്തിലെ ആകാശവും മൺകുടത്തിലെ ആകാശവും രണ്ടാണോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറയാണ്, നീ എങ്ങനെയുള്ള ആളാണ്? പ്രത്യക് വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധം ബുധോ. അംബുധി എന്ന് പറഞ്ഞാൽ എന്താ? സമുദ്രം അല്ലേ? ഇവിടെ ഒരു സമുദ്രമാണ്. എന്ത് സമുദ്രമാണ്? പ്രത്യക് വസ്തുനി. പ്രത്യക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ കുറിക്കുന്നതാണ്. പ്രത്യക് ചില ഈ പടിഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, ഈ നാരായണീയത്തില് പട്ടേരി പറയാണ്, ഈ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി നല്ലതാത്രേ. ഈ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയുടെ തീരത്ത് താമസിച്ചാൽ ആധ്യാത്മിക വിഷയത്തിൽ ഒരുപാട് താല്പര്യം ഉണ്ടാവും അത്രേ. എന്നിട്ട് പറയാണ്, ഭഗവാനെ ഞാനും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു നദീൻ്റെ തീരത്താണ്. ഈ പ്രത്യക് എന്നൊക്കെ പറയുമ്പോൾ ആത്മാഭിമുഖമായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. പ്രത്യക് വസ്തുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആത്മാവിൽ, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പ്രത്യക് വസ്തുനി നിസ്തരംഗം. തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാല. നിസ്തരംഗം എന്ന് പറഞ്ഞാലോ തിരമാല ഒന്നുമില്ലാത്തത്. നിസ്തരംഗ സഹജ ആനന്ദം. എവിടുന്നോ ഉണ്ടാക്കിയ ആനന്ദമല്ല. സഹജ ആനന്ദം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സഹജാനന്ദം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. AC-ന്റെ തണുപ്പ് അത് നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ലേ? AC-യുടെ തണുപ്പും ഒരു മന്ദമാരുതൻ ഇപ്പം ഇങ്ങനെ മെല്ലെ അടിച്ചു വിചാരിക്കുക, അത് രണ്ടും ഒരുപോലെയാ? അല്ല. ഈ മന്ദമാരുതനുണ്ടല്ലോ, എത്ര അടിച്ചാലും അങ്ങനെ, മന്ദമാരുതൻ എന്ന് പറഞ്ഞാൽ അതിയായ ശക്തമായ കാറ്റല്ല പറയണത്, മെല്ലെ അടിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ആനന്ദം ഉണ്ടാവും. AC-ൻ്റെ തണുപ്പ് കുറേ കഴിഞ്ഞാൽ ചിലർക്ക് വല്ലാത്ത അസഹിഷ്ണുതയാവും, സഹിക്കാൻ പറ്റില്ല തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു നമ്മളുടെ ഉള്ളിലും അങ്ങനെ ഒരു ആനന്ദം ഉണ്ട് എന്നാണ്. സഹജമായിട്ടൊരു ആനന്ദം നമ്മളുടെ ഉള്ളിലുണ്ട്. അതെങ്ങനെയാ അറിയാമെന്നറിയോ? ലോകത്തിൽ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഏറ്റവും നല്ല എന്ത് കിട്ടിയാലാണ് നിങ്ങൾക്ക് ഏറ്റവും സുഖം? ഓരോരുത്തരും ഓരോ കാര്യം പറയും ഇല്ലേ? എനിക്കത് കിട്ടിയാൽ മതി, എനിക്കിത് കിട്ടിയാൽ മതി, എനിക്ക് അങ്ങനെ ചെയ്താൽ മതി, എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി, എനിക്ക് നല്ല ഭക്ഷണം കിട്ടുന്നതാണ് ഇഷ്ടം, എനിക്ക് ഓരോരുത്തരും പറയും. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ? ഉറക്കം. ഉറക്കത്തിലെന്നാ എന്തെങ്കിലും ആനന്ദമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഗാഠനിദ്ര നല്ല ഡീപ്പസ്റ്റ് ലെവലിൽ നിങ്ങൾ ഉറങ്ങിയെന്ന് വിചാരിക്കുക. ഉറങ്ങിയിട്ട് ഇന്നേ വരെ ലോകത്തിൽ ആരെങ്കിലും ഞാൻ ദുഃഖമായി ഉറങ്ങി എന്ന് പറയുമോ? ഒരാളും പറയില്ല. എല്ലാവരും പറയുന്നത് എന്തായോ? ഉറങ്ങിന്ന് മാത്രമല്ല, ചിലപ്പോൾ നല്ല ഡീപ്പസ്റ്റ് ലെവലിലാന്ന് പറയും സുഖമായി ഉറങ്ങി. അങ്ങനെയല്ല എല്ലാവരും പറയാ,
സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നല്ല ഡീപ്പസ്റ്റ് ലെവലാന്നൊക്കെ പറയും, ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? അങ്ങനെയല്ലേ പറയാ? അപ്പൊ നിങ്ങൾ സുഖം എങ്ങനെയാ അറിഞ്ഞേ? നിങ്ങൾ സുഖം അറിഞ്ഞേ? സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ അറിഞ്ഞു എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം അല്ലേ? മനസ്സ് വേണം. ഈ ബുദ്ധിയും മനസ്സൊക്കെ എന്ത് ചെയ്തു? നാരായണ സൂക്തമുണ്ട്. നാരായണ സൂക്തത്തിൽ പറയുന്നത് എന്താ അറിയോ? നമ്മൾ ഉറങ്ങാൻ പോകുമ്പോ തസ്യാന്തേ സുഷിരം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. നമ്മളുടെ നാഭിക്ക് മുകളിൽ നാഭ്യാമുപരി തിഷ്ഠതി. നാഭിയുടെ മുകളിലായിട്ട് ഹൃദയം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഹൃദയത്തിന് ഒരു സുഷിരമുണ്ടത്രേ. ഈ സുഷിരത്തിലാണ് സകലതും പോയി ഒളിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവും സകലതും പോയിട്ട് ആ ഹൃദയ സുഷിരത്തിലേക്ക് പോയിട്ട് വിലയം പ്രാപിക്കും. അവിടെ അങ്ങനെ റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്തും ഒരാളവിടെ ഉണർന്നിട്ടുണ്ട്. അതാണ് പ്രത്യക് വസ്തുനി. അത് സ്വരാട്ടാണ്. സ്വരാട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സ്വയം പ്രകാശമാനമായിട്ടുള്ള ഒരു സാധനമാണ്. അതുണ്ട് എന്നറിയാൻ വേറൊന്നിൻ്റെ സഹായം വേണ്ട. സ്വരാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളക്ക് ഇവിടെ കത്തിച്ചു വെച്ചു. ഈ വിളക്ക് കാണാൻ വേറൊരു ടോർച്ച് വേണോ? അത് വേണ്ടല്ലോ. കാരണം എന്താ? അതേ കത്തുന്നതാണ്. ആ കത്തുന്ന വിളക്ക് കാണുവാൻ നമുക്ക് വേറെ ഒന്നിൻ്റെ സഹായം വേണ്ടാത്തതുപോലെ ഒന്നിൻ്റെയും സഹായമില്ലാതെ കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനമുണ്ട് നമ്മളുടെ ഉള്ളിൽ. എന്താണെന്നറിയോ? നോക്കുക, നമ്മളിപ്പോൾ നല്ല ഇരുട്ടാക്കുക, എന്നിട്ട് എല്ലാവരുടെയും കണ്ണ് ഒരു കറുത്ത തുണി കൊണ്ട് അങ്ങ് കെട്ടുക. കറുത്ത തുണി കൊണ്ട് കെട്ടിയിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ട്, എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അത് ഈശ്വരനാണ്, അല്ലെങ്കിൽ അതാണ് ഈശ്വരൻ. പക്ഷെ നിങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ട്, കണ്ടതൊന്നും പറയരുത്. കെട്ടുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, അതൊന്നും പറയാൻ പാടില്ല. തൊട്ട് നോക്കിയിട്ട് പറയരുത്. ഒരു കസേരയുണ്ട്, അപ്പുറത്തേക്ക് ആളിരിക്കുന്നുണ്ട്, അതും പറയാൻ പറ്റില്ല. എന്തെങ്കിലും വായിലിട്ട് നോക്കിയിട്ട് രുചിച്ച് നോക്കിയിട്ട് പറയരുത്. ഒരു ഇന്ദ്രിയത്തിൻ്റെയും സഹായത്തോടു കൂടെ പറയരുത്. മാത്രമല്ല ആലോചിച്ചിട്ട് പറയാൻ പാടില്ല. മനസ്സുകൊണ്ട് ആലോചിച്ചിട്ടും പറയാൻ പാടില്ല. മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് ഇവര് ഇന്നതൊക്കെ ഉണ്ടാവും, രാത്രിയാണ്, ഇരുട്ടായിരിക്കും, ഒന്നും പറയത്തില്ല. മനസ്സ് അതുപോലെ ഇന്ദ്രിയങ്ങൾ ഒന്നിൻ്റെയും, ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഇന്ദ്രിയം ഒന്നിൻ്റെയും സഹായം ഇല്ലാതെ കണ്ട് വേണം പറയാൻ. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാനുണ്ട് ഇല്ലേ? അത് ചെറിയ കുട്ടിക്കും പറ്റും, ജനിച്ചു വീണ കുട്ടിക്കും പറ്റും. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഒരു പേര് ചോദിച്ചു പറഞ്ഞു, സുലഭ. ഇത് ബുദ്ധിയുള്ളവനേ കിട്ടുള്ളൂ എന്നുണ്ടോ? ജീവനുള്ളവർക്ക് മുഴുവനും കിട്ടുന്ന ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞുകൂടാ. കാരണം അനുഭവം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയവേദ്യമായതിനെയാണ് നമ്മൾ അനുഭവം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? സുഖം ഞാൻ അറിഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞു ഉറക്കത്തില്? വാക്ക് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക. എല്ലാവരും പറഞ്ഞെന്താണെന്നറിയോ? സുഖമായി ഉറങ്ങി. സുഖമായിരുന്നു എന്നാണ്, അല്ലാണ്ട് സുഖം അറിഞ്ഞു എന്നല്ല നിങ്ങൾ പറഞ്ഞത്. സുഖം ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ അനുഭവിച്ചതല്ല. അനുഭവിച്ചതാണെങ്കിലാണ് അറിഞ്ഞു എന്ന് പറയുക. ഇവിടെ സുഖമായിരുന്നു, സുഖമാണ്, അവിടെ വേറെ ഒന്നുമില്ല. സുഖം ആയി ഇരുന്നു, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കും. എൻ്റെയും നിങ്ങളുടെയും കോടാനുകോടി ജീവജാലങ്ങളുടെയും ഉള്ളില് സുഖം സഹജമാണ്. ആ സഹജമായ സുഖമുള്ളത് കൊണ്ടാണ് കുറച്ച് ഞാൻ വീണ്ടും ഉറങ്ങണം തോന്നുന്നത്. നല്ല ദുഃഖം, വേണ്ടപ്പെട്ട ആരോ മരിച്ചു, കരഞ്ഞ് 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 ശവത്തിൻ്റെ മുകളിലേ കിടന്നു ഉറങ്ങി. നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. കാരണം എന്താ? എവിടെയോ ഒരു ആനന്ദം കിട്ടുക.
ഗീതയിൽ ഭഗവാൻ പറയുന്നത് ദുഃഖത്തിൻ്റെ ഒരു കണിക നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ദുഃഖമായി ഉറങ്ങി എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചോ, എത്ര കാലം വേണമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു പോയിക്കോ, ദുഃഖത്തിൻ്റെ കണിക നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എപ്പോഴും സുഖമാണ്. എന്നിട്ടോ സുഖം സുഖം ക്ഷോണിയനാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെങ്ങു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശരണം. അല്ലേ? ഈ കസ്തൂരിമാന്റെ കഥ പറഞ്ഞ പോലെയാ. കസ്തൂരിമാന്റെ ഉള്ളിൽ നിന്നാണ് ഈ മണം വരുന്നത്. പക്ഷെ ഇത് ധരിക്കുന്നത് എന്താ അറിയോ, കാട്ടിന്റെ വേറെ എവിടുന്നോ ആണെന്ന് ധരിച്ചിട്ട് അതിങ്ങനെ ആ മണത്തിനെയും അന്വേഷിച്ച് പോവുകയാണ്. ഇത് എവിടെ പോയാലും ഈ മണം ഉണ്ടാവും. കാരണം എന്താ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അതുപോലെ നമ്മൾക്കും തോന്നുകയാണ് സുഖം എടിയോ കിട്ടും, സുഖം എടിയോ കിട്ടും. ഇനി നിങ്ങൾ നോക്കിക്കോ, അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നമ്മളെല്ലാം എന്തൊക്കെയോ കർമ്മം ചെയ്യുന്നില്ലേ? ഇപ്പം നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്നില്ലേ? എന്തിനാ ഇരിക്കുന്നത്? എടിയോ സുഖം കിട്ടും, ഒരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക്. കിട്ടുന്നില്ല ചെയ്യുമ്പോൾ നിങ്ങൾ എതിരെ പോയിട്ടുണ്ടാവും. സുഖാർത്ത സർവഭൂതാനാം മതാ സർവാ പ്രവൃത്തയാ. എല്ലാവരും അതെ, ഒരാളൊന്നുമല്ല, ലോകത്തിലെല്ലാവരും എന്ത് കർമ്മം ചെയ്യുന്നതും സുഖം കിട്ടാനാണ്. എന്തിന്? ഇതെവിടെയോ കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ സാധനത്തിനാണോ വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നോക്കുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറയും. ചിലപ്പോൾ അങ്ങനെ തിരുമേനി അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരമ്മ മക്കളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. എബ്രഹാം ലിങ്കണിനെ കുറിച്ചിട്ടൊരു കഥ പറയും. എബ്രഹാം ലിങ്കൺ ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു കുഴിയിൽ 5-8 പന്നിക്കുട്ടി വീണിട്ടുണ്ട്. തള്ളപ്പന്നിയില്ല, പന്നിക്കുട്ടി അതിനുള്ളുണ്ട്. എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്തു? വേഗം ആ കുഴിയിലേക്ക് ഇറങ്ങി അതിനെ രക്ഷിച്ചു, കരക്കെ വെച്ചു. അപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ വളരെയധികം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ പുകഴ്ത്തി. അപ്പോൾ എന്നിട്ട് ഒരാൾ ചോദിച്ചു, അങ്ങ് എത്ര കാരുണ്യമുള്ള ആളാണ്, നോക്കൂ ഈ ചെറിയ പന്നിക്കുട്ടികളോട് പോലും ഇത്രയധികം സ്നേഹം. ചോദിച്ചപ്പോൾ എബ്രഹാം ലിങ്കൺ പറഞ്ഞ എന്താ അറിയോ, എനിക്ക് ആ പന്നിക്കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട്, ആ വേദന കൂടെ ഞാൻ എടുത്തതിനെ മുള്ളു വെക്കണം. അതായത് തൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട്, ആ വേദന തീർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പന്നിക്കുട്ടീൻ്റെ ഉള്ളിൽ വേദന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് യാഥാർത്ഥ്യം. എന്താണെന്നറിയോ, ഒരമ്മ മക്കളെ ലാളിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ചിന്തിക്കും, ഓ അമ്മയ്ക്ക് എന്ത് സ്നേഹമായി ഈ കുട്ടിയോട്, എത്ര അത്രയധികം ലാളിക്കുക. അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണോ നിങ്ങൾ ലാളിച്ചു എന്ന് ചിന്തിക്കുന്നതെങ്കിൽ അതല്ല എന്നുള്ളതിന് തെളിവ് എന്താ അറിയോ, ഈ കുട്ടി ഒരു 2.5 വയസ്സെന്ന് കൂട്ടിക്കോ, 2.5 വയസ്സുള്ള കുട്ടിയാണ് അമ്മ ലാളിക്കുന്നത്. ഈ കുട്ടി അമ്മയുടെ ഒക്കത്ത് നിന്ന് ഇറങ്ങുന്നില്ല വിചാരിക്കുക. 1 മണിക്കൂറൊക്കെ എടുത്ത് നിൽക്കും, 2 മണിക്കൂർ ചിലപ്പോൾ എടുത്ത് വെക്കും. അത് കഴിഞ്ഞാലോ ജന്തുതായി ഇറങ്ങൂല. അപ്പോൾ ഇവിടെ പോയി ഈ സ്നേഹം എല്ലാവർക്കും പറയാറില്ലേ? ഉണ്ട്, എല്ലാവരും പറയാറുണ്ട്. ഒരാളൊന്നുമല്ല, എല്ലാവരും പറയാറുണ്ട്. എല്ലാ അമ്മമാരും എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് വേദന വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ കുറേയൊക്കെ സഹിക്കും, പിന്നെ എന്ത് ചെയ്യും, ആ സത്യം പുറത്തൊക്കെ പറഞ്ഞു. ഇതെല്ലാവരിലും ഉള്ളതാണ്. സുഖാർത്ത സർവഭൂതാനാം മതാ സർവാ പ്രവൃത്തയാം. എല്ലാവർക്കും ഇഷ്ടം ആരോടാണ് ചോദിച്ചു പറഞ്ഞു, അവനവനോടാ. സന്തം സമീപേ രമണം രതിപ്രദം. അങ്ങനെ ആനന്ദമുള്ള ഒരു വസ്തു നമ്മളുടെ ഉള്ളിലുണ്ട്. ആ ആനന്ദം സഹജമാണ് എന്നാണ് പറയുന്നത്, ഉണ്ടാക്കിയെടുത്തതല്ല. അങ്ങനെയുള്ള ആനന്ദം 24 മണിക്കൂറും കിട്ടിയാലോ? നമ്മൾ ഈ ഉറക്കത്തിലുള്ള സുഖമുണ്ടല്ലോ, ഉണർന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുക. അങ്ങനെ കിട്ടുന്നതിനാണ് സഹജാനന്ദാവബോധ അംബുധവും. അംബുധിയാണ്, അവിടെ സമുദ്രമാണ്. ആ ആനന്ദം അങ്ങനെ തിരയില്ലാത്ത സമുദ്രം പോലെ. തിരയുണ്ടാവുമ്പോഴെന്താണ്, അവിടെ പലതരത്തിലുള്ള ചിന്തകൾ വരും. ഒരു ചിന്തയില്ല, നിസ്തരംഗം.
ഒരു ചിന്തയുമില്ലാതെ കണ്ട്. അതിനാണ് ഞാൻ രമണ മഹർഷിയുടെ, അത് എപ്പോഴോ ഉള്ളതല്ല, 1950 രമണ മഹർഷി സമാധിയായിട്ടുള്ളത്. അത് കിട്ടുന്നവരിന്നും ഉണ്ട്. നമുക്ക് ആ ഉറക്കത്തിലുള്ള സുഖം ഉണർവിൽ കിട്ടും. ആ ഉണർവിൽ ആ സുഖം കിട്ടുന്ന അല്ലയോ യതിവര, നീ എന്താ ചെയ്യണത്? നിനക്ക് സഹജമായിരിക്കുന്ന ആനന്ദം സദാ നിന്നിലുണ്ട്. അതില് ഒരു തരത്തിലുള്ള ചിന്തകൾ നിന്നെ അലട്ടുന്നില്ല, ഒരു തരത്തിലുള്ള ഭേദബുദ്ധിയും അവിടെയില്ല. അങ്ങനെയുള്ള നിന്നിൽ എന്ന് പറയാ, അങ്ങനെയുള്ള നിന്നിൽ വിപ്രോയം സ്വപചോയമിതി, ഇവൻ ബ്രാഹ്മണനാണ്, ഇവൻ സ്വപച, തന്നെ കുറിച്ച് പറയാ നായിന്റെ മാംസം തിന്നുന്നവനാണ് എന്ന് എങ്ങനെ തോന്നി? അവിടെ പറയുന്നത് വിപ്രോയം സ്വപചോയമിതി മഹാൻ വിഭേദഭ്രമ, മഹത്തായിരിക്കുന്ന ഈ ഭേദബുദ്ധി എനിക്ക് എവിടെ നിന്നുണ്ടായി? നോക്കൂ, വിപ്രനായാലും ശരി സ്വപചനായാലും ശരി ഈ അവബോധം എല്ലാവരിലും ഉണ്ട്. അപ്പൊ ആ അവബോധത്തിന്റെ ആ തരംഗം, ആനന്ദം അനുഭവിക്കുന്ന നിന്നെ സംബന്ധിച്ച് ഈ ഭേദബുദ്ധി തോന്നാൻ പാടുണ്ടോ? ഇതാണ് ചോദ്യം. 2 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. ഇത് ആചാര്യസ്വാമികളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രബുദ്ധനാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജ്ഞാനത്തെ വിജ്ഞാനമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, അനുഭവത്തിൻ്റെ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ട്. എത്ര മണി വരെയാ? 8:30. അടുത്ത് തുടങ്ങിയാൽ എന്താണെന്നറിയോ? അത് നിർത്തൽ നടക്കില്ല. കാരണം അടുത്ത ആചാര്യസ്വാമികളുടെ ഉത്തരാണ് 9 മണി. ചുരുക്കി പറയാം, അടുത്ത 3 ശ്ലോകങ്ങള് ചുരുക്കാറ്. ചിലപ്പോൾ നാളെ നിങ്ങൾ ചില ആൾക്കാർ വരില്ല. ഇത് കേട്ടിട്ട് മതി വെച്ചിട്ട് നിങ്ങൾ പോകും. അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാമ്പുരി എന്താ ഇത്ര വിശദീകരിച്ച് പറയണ അറിയോ? ഇത് വേദാന്തം. ഇങ്ങനെയെല്ലാം കുറേ ആടിയിടെല്ലാം കൂട്ടി പറഞ്ഞാലേ വീട് എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുള്ളൂ. അല്ലാതെ കണ്ട് ഇത് ഞാൻ ഈ ശ്ലോകം വായിച്ചിട്ട് അന്നമയാതന്നമയം ശരീരം എന്താ ചൈതന്യമേവ ചൈതന്യാ അന്നമയാതന്നമയം, അന്നമയം എന്ന് പറഞ്ഞാൽ ദ്വിതീയ ഏകവചനാണ്, അന്നമയാത് എന്ന് പറഞ്ഞാൽ പഞ്ചമി ഏകവചനാണ്, ഒന്നിൽ നിന്നൊന്ന് മാറണോ എന്ന് ഇങ്ങനെയൊക്കെ ക്ലാസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് അറിയാവുന്ന കുറേ ഉദാഹരണങ്ങൾ ചേർത്തിട്ട് പറയുമ്പോൾ എന്താ അറിയോ, ഒന്നുമില്ലെങ്കിൽ ഈ ശ്ലോകമൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ ഈ കഥകൾ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. ആ സഹജാനന്ദാവബോധാംബുതി എന്നൊന്നും നിങ്ങൾക്ക് ചിലപ്പം കിട്ടിയിട്ട് വരില്ല. പ്രത്യേക വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധോ എന്നൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെയൊന്നും ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ട്. അത് നമ്മൾ ദിവസവും അനുഭവിക്കുന്നുണ്ട് എന്ന് ബോധമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ അത് അങ്ങനെ ഒരു സാധനം നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത് പുറത്തുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും, ഞാൻ ഒരു കളവ് പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പം നിങ്ങൾക്ക് താമരപ്പൂ നിങ്ങൾ അന്വേഷിച്ച് പോവില്ലേ? താമരപ്പൂ വേണമെന്ന് ആഗ്രഹമുള്ളവൻ അന്വേഷിച്ച് പോവും ഇല്ലേ? റോസാപ്പൂ അന്വേഷിച്ച് പോവില്ലേ? പോവും. ആകാശകുസും അന്വേഷിച്ച് പോവോ? അങ്ങനെ ഒരു സാധനമില്ല. ഇല്ലാത്തത് ആരെങ്കിലും അന്വേഷിക്കുമോ? വേണ്ട. നിങ്ങൾ വേറെ ഒരാൾ പ്രഭാഷണം നടത്തുക, ഈശ്വരനുണ്ടോ ഇല്ലയോ, എത്രയോ ആൾക്കാർ തർക്കിക്കും. ഇപ്പം തന്നെ ഞാനിവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയുന്നവരുണ്ടാവും, ഇല്ല എന്ന് പറയുന്നവരുണ്ടാവും ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും മുയലിന് കൊമ്പുണ്ടോ ഇല്ലയോ എന്ന് പറയോ? തർക്കിക്കുമോ? എന്താ തർക്കിക്കാത്ത? മുയലിന് കൊമ്പില്ലല്ലോ, അത് ഉറപ്പുണ്ടല്ലേ? അപ്പൊ ഉണ്ട് എന്ന് എവിടെയോ സംശയമുള്ളതിന് വേണ്ടിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അന്വേഷിക്കുള്ളൂ, വാദിക്കുള്ളൂ, തർക്കിക്കുള്ളൂ അല്ലേ? ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് തർക്കിക്കാൻ കാരണം എന്താ? എവിടെയോ ഉണ്ട് എന്നൊരു തോന്നലുണ്ട്. അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇല്ലാത്ത വസ്തു, നാസ്തികന്റെ സ്വഭാവം എന്താ അറിയോ? നാസ്തികനും ഈശ്വരനെ ആരാധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഇല്ല എന്ന് ഉറപ്പുണ്ട്. നാസ്തികൻ പറയാണ് ഈശ്വരൻ ഇല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തർക്കിക്കുന്നത് പറഞ്ഞാൽ അയാളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മുയലിന് കൊമ്പില്ലാന്ന് തർക്കിക്കണോ? അത് തർക്കിക്കില്ല. അതെന്താ? അതില്ലല്ലോ.
അവിടെയാണ് തെറ്റുന്നത്. നാസ്തികത്വം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയുന്നവൻ ആസ്തികനാണ്. രമണ മഹർഷിയുടെ വാദം എന്താണെന്നറിയോ? ലോകത്തിൽ നിങ്ങൾക്ക് ഏത് മതത്തിനെയും നിഷേധിക്കാം, ഏത് ആചാരത്തിനെയും നിഷേധിക്കാം, ഏത് മതത്തിൻ്റെ ഈശ്വരനെയും നിഷേധിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ നിഷേധിക്കാനാവുമോ? നിങ്ങൾക്ക് നിങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാനുള്ളതുകൊണ്ടാണല്ലോ പറയുന്നത്. എന്നാൽ നിങ്ങളുണ്ട് എന്ന് പറയുന്നതാണോ? അതാണ് അസ്ഥിതിവാദി. ഉണ്ട് എന്ന് പറയുന്നവനാണ്. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് അസ്തിത്വം ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിനും അസ്തിത്വം ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഇവിടെ 71 ദിവസം പ്രഭാഷണം കഴിഞ്ഞു. മൈക്കിലെ കൂടെ കേൾക്കുന്നുണ്ട്. ആ അമ്പലത്തിൻ്റെ തൂണുണ്ട് അവിടെ. ആ തൂണിന് എപ്പോഴെങ്കിലും തിരിച്ചിട്ട് എനിക്ക് കുറേ ബോധം വന്നു, ഇനി ഞാൻ 2 ദിവസം പ്രഭാഷണം നടത്താമെന്ന് പറയുമോ? അറിയില്ല. കാരണം എന്താ? തൂണിന് സ്വയം ഉണ്ട് എന്ന് അറിയില്ല. ആ തൂണിന് ഞാനുണ്ട് എന്ന് ഈ മൊബൈൽ ലോകത്തിലെ സകല വിഷയങ്ങളും നമുക്ക് കാണിച്ചു തരും. ഇപ്പം നിങ്ങളൊക്കെ പിടിക്കുന്നുണ്ടല്ലോ, ഈ പിടിക്കുന്നതെല്ലാം നാളെ നിങ്ങൾക്ക് കാണിച്ചു തരും ഇല്ലേ? മൊബൈൽ എപ്പോഴെങ്കിലും പറയുമോ നാളെ ഞാൻ പ്രഭാഷണം നടത്താം? ഈ മൊബൈലിന് സൂര്യനെ കാണാൻ പറ്റുമോ? ചന്ദ്രനെ കാണാൻ പറ്റുമോ? ലോകമുണ്ടോ? ജീവനുള്ളവർക്കേ ഈ പ്രപഞ്ചമുള്ളൂ. ഋഷികൾ പറയുന്ന ന്യായം അതാണ്. ജീവനുള്ളവർക്കേ സൂര്യനുള്ളൂ, ചന്ദ്രനുള്ളൂ, നക്ഷത്രങ്ങളുള്ളൂ, ഗ്രഹമുള്ളൂ, ആചാരങ്ങളുള്ളൂ, അനുഷ്ഠാനങ്ങളുള്ളൂ, നന്മയുള്ളൂ, തിന്മയുള്ളൂ. അല്ലാത്തവർക്ക് എന്ത് നന്മ, എന്ത് തിന്മ? അപ്പോ എൻ്റെ ഉള്ളിൽ ജീവനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ ആ ജീവനുണ്ട് എന്ന ബോധം എനിക്കുണ്ടെങ്കിൽ ഞാൻ ആസ്തികനാണ്, അസ്ഥിതിവാദിയാണ്, ഉണ്ട് എന്ന് പറയുന്നവരാണ്. ആ ജീവനെയാണ് നിങ്ങൾ അതുകൊണ്ടാണ് സുലഭ സുഹൃത സിദ്ധ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സുലഭനായിരിക്കണം, ആർക്കും കിട്ടുന്നതായിരിക്കണം. അത് ഹിന്ദുവിനെ കിട്ടാൻ പാടുള്ളൂ, ബ്രാഹ്മണനെ കിട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിമിന് കിട്ടാൻ പാടില്ല, ക്രിസ്ത്യാനിക്ക് കിട്ടാൻ പാടില്ല, വിദേശിക്ക് കിട്ടാൻ പാടില്ല, മനുഷ്യനെ കിട്ടാൻ പാടുള്ളൂ എന്ന് പാടില്ല. കാരണം എന്താ? ഭഗവാൻ ഗീതയിൽ പറഞ്ഞെന്താ അറിയോ? ഞാൻ എവിടെയായിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പചാമ്യന്നം ചതുർവിധം. പ്രാണികളുടെ ഉള്ളിൽ നോക്കൂ, ആ വാക്ക് നോക്കണേ നിങ്ങൾ. ജീവനുള്ളവരുടെ ഉള്ളിൽ ജഠരാഗ്നിയായി ഇരുന്നു കൊണ്ട്, വൈശ്വാനരൻ എന്ന പേരിലുള്ള അഗ്നിയായി ഇരുന്നു കൊണ്ട് ആ ജീവി കഴിക്കുന്ന ഭക്ഷണം 4 ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നു. ആരാ ദഹിപ്പിക്കുന്നത്? ഈശ്വരനാണ്. എൻ്റെയും നിങ്ങളുടെയും കോടാനുകോടി ജീവജാലങ്ങളുടെയും ഉള്ളില് ഈശ്വരന്റെ രൂപത്തിലിരുന്നിട്ട്, അഗ്നിയുടെ രൂപത്തിലിരുന്നിട്ട് അതത് ജീവജാലങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്ന ശക്തിയാണ് ഹിന്ദുവിന് ഈശ്വരൻ. ആ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഒറ്റ നോട്ടത്തിൽ കാണില്ല. അതിനെ കാണിച്ചു തരാനാണ് എന്ത്? മനീഷാവഞ്ചകം. ആ തത്വം കാണിച്ചു തരാൻ മാത്രമല്ല, അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം മുഴുവൻ പറയാനാവുമെന്ന് എനിക്കറിയില്ല. 9 മണി വരെ പറയാല്ലേ? ഇതോ 9 മണി വരെ പറയാം. നോക്കട്ടെ. ഇതിൽ 2ാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നത് 5 ശ്ലോകമാണുള്ളത്. 5 ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ 2 ശ്ലോകം അതിൽപ്പെട്ടതല്ല കേട്ടോ. ഇത് 2 ചോദ്യം. ഇനി 5 ശ്ലോകമുണ്ട്. ഈ 5 ശ്ലോകത്തിൽ മനീഷാപഞ്ചകം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ആചാര്യസ്വാമികൾ ഒരു തത്വം പറഞ്ഞിട്ട് പറഞ്ഞു, ഏഷാ മനീഷാ മമ. ഇതെൻ്റെ ഉറച്ച തീരുമാനം. ആ തീരുമാനത്തിൽ 2 അഭിപ്രായമില്ല. ഇത് ഏഷാ മനീഷാ മമ. ആദ്യത്തെ ഒരു ശ്ലോകം ചെല്ലാം. ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് നോക്കിച്ചിട്ടുള്ളത്. ജാഗ്രൽ സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായാസം വിദുജൃംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോദാ ജഗത്സാക്ഷിണി. എന്നിട്ട് പറയാണ് സൈവാഹം. അത് ഞാനാ പറയാ. എന്നിട്ടോ ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞാപിയസ്യാസ്തി ചണ്ഡാളോസ്തു സദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷു പ്രോദാ.
യാ ബ്രഹ്മാദി പിപീലികാന്തധനുഷു പ്രോത. ഇനിയോ ജഗത് സാക്ഷിണിയുമാണ്. ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറിയ ഒരു പ്രാണിയുടെ ഉള്ളിൽ പോലും വേണമെങ്കിൽ ഏകകോശ ജീവിയായിട്ടുള്ള അമീബ അതിലും താഴേക്ക് പോയിക്കോട്ടെ. ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ആറ്റമാണ് അല്ലേ? ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ പോലും ഏതൊരു ശക്തിയുണ്ടോ, അതിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ടോ, അത് ജഗത് സാക്ഷിണിയും കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ചൈതന്യം ബ്രഹ്മാവ് മുതൽ ഈ പ്രപഞ്ചത്തിലെ നിങ്ങൾക്കൊരു ഏറ്റവും ചെറുതെന്ന് പറയാവുന്ന ഈ കാണുന്ന, നമ്മളിന്ന് കാണുന്ന വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന മാറ്ററുകൾക്ക് കാരണമായിട്ടുള്ള ഒരാറ്റത്തിൻ്റെ ഉള്ളിൽ പോലും ഈ ശക്തിയുണ്ട്. അത് ജഗത്തിനെ കാണിച്ചു തരുന്ന ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ദൃശ്യവസ്തു, ഒന്നും കൂടെ ഉറപ്പിച്ചു, കാണുന്നതൊന്നുമല്ല. ദൃശ്യവസ്തു എന്ന് പറഞ്ഞാൽ കാണുന്നതൊന്നുമല്ല. അങ്ങനെയുള്ളൊരു വസ്തു ഉണ്ട് എന്ന് ആർക്കും ഉറപ്പുണ്ടോ, അയാളെ ഞാൻ എന്ത് പറയാണ്? ഗുരുവായിട്ട് അംഗീകരിക്കും. ഏഷാ മനീഷാ മമ, ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്, ഒരു മാറ്റവും ഇല്ല എന്നാണ്. അങ്ങനെ ആ വസ്തുവിനെ നമുക്ക് നാളെ പറയാം, കാരണം അത് പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ നിർത്താൻ പറ്റില്ല. അതാണ് ആദ്യത്തെ ശ്ലോകം കൊണ്ട് പറയുന്നത്. എൻ്റെ ഉള്ളിലുള്ള വസ്തു അതാണ് എന്ന് പറഞ്ഞു. സൈവാഹം, അത് ഞാനാണെന്ന് അങ്ങ് ഉറപ്പിച്ചു. രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് എന്താ പറയണതെന്ന് അറിയോ? അതും നിങ്ങളും അത് തന്നെയാണ്. ആദ്യത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു ആ വസ്തു ഞാനാണ്, എൻ്റെ ഉള്ളിലുള്ളതാണ്, കാണാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ ശ്ലോകത്ത് പറയാണ് അത് തന്നെയാണ് നിങ്ങളും. അപ്പം പിന്നെ ഭേദം ഉണ്ടാവുമോ? ഭേദം ഉണ്ടാവില്ല. മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണതെന്നറിയോ? ഇങ്ങനെയുള്ളവൻ എങ്ങനെ ജീവിക്കുന്നു? നോക്കൂ, ജീവിക്കാനുള്ള ഒരു പദ്ധതി ആ ശ്ലോകത്തിലൂടെ പറയുകയാണ്. നാലാമത്തേതും അഞ്ചാമത്തേതും ഈ പറഞ്ഞ വസ്തുക്കളെ തന്നെ ഒന്നും കൂടെ ദൃഢീകരിക്കുക, ഉറപ്പിക്കുക. മൂന്ന് കാര്യമാണ് അതിൽ പറയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഒന്നാമത് പറയണത് ഈ പ്രപഞ്ചത്തിന് മുഴുവനും അസ്തിത്വത്തിന് കാരണമായിട്ടുള്ള ശക്തി ഏതാണോ അത് ഞാനാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഏതൊരു വസ്തുവാണോ അത് തന്നെയാണ് ഈ കാണുന്ന സകലത്തിലുമുള്ളത് എന്ന തിരിച്ചറിവുണ്ടാകുന്നു. മൂന്നാമത്തേത് അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം, അതാണ് മൂന്നാമത്തെ ശ്ലോകം. 4ഉം 5ഉം കൊണ്ട് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ ഒന്നുകൂടെ ബലപ്പെടുത്തുക, ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുക. ഇതാണ് 5 ശ്ലോകങ്ങൾ. ഇത് നമുക്ക് ആവശ്യമില്ലേ? ഉണ്ട്. എന്തിനാണ് ആവശ്യം എന്നറിയോ? ലോകത്തിൽ എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ സുഖം കിട്ടണമെന്ന് പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൂടെ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട് ഇല്ലേ? ചിലർക്ക് പണം കിട്ടണമെന്നും ആഗ്രഹമുണ്ട്, സുഖം മാത്രമല്ല. ചിലർക്ക് പേരും പ്രശസ്തിയും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലേ? നിങ്ങളിങ്ങനെ ഓരോന്നെടുത്ത് നോക്കിക്കോളൂ. ലോകത്തിലുള്ളവർ മുഴുവനും പല പല തരത്തിലുള്ള ആഗ്രഹങ്ങളും കൂടെ വെച്ചിട്ടാണ് ഈ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുകയാണ്, നമ്മൾ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് പെട്ടു എന്ന് വിചാരിക്കുക. അപകടത്തിൽ ചെന്ന് പെട്ടാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ആദ്യം അവരെ ഇവരെല്ലാം കുറ്റം പറയും ഇല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്നറിയോ? എല്ലാ മനുഷ്യരുടെയും സ്വഭാവമാണ് പറയണത്. ചെറുപ്പം മുതലേ നമ്മളത് ശീലിപ്പിക്കുന്നുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ എന്താണോ വഴിയത്? നിങ്ങളോടിപ്പോൾ ചോദിക്കുകയാണ്, പിന്നെ എന്താ പ്രഭാഷണത്തിന് വരാൻ വഴിയത്? അതോ കുട്ടി കരഞ്ഞു, അല്ലെങ്കിൽ പിന്നെ എനിക്കൊന്ന് അപ്പുറത്ത് പോകാനുണ്ടായിരുന്നു, ഇപ്പുറത്ത് പോകാനുണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ എന്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഉടനടി നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾ അതിനെ ന്യായീകരിക്കും. എല്ലാവരും ന്യായീകരിക്കും. എന്തിനായി ന്യായീകരിക്കുന്നത് അറിയോ? ഞാൻ തെറ്റ് ചെയ്യാത്ത ആളാണ്. നമ്മളുടെ ഉള്ളിലൊരു ബോധമുണ്ട് ഇല്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്യാത്ത ഒരു ശുദ്ധ
വസ്തുവാണ് ഞാൻ എന്നുള്ള ബോധമുണ്ട്. മാത്രമാണോ ഇത്? ഈ ഞാൻ എന്ന് പറയുന്ന വസ്തു എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്കും അനുഭവമുള്ള ഒന്ന് രണ്ട് കാര്യം പറയാം. നമ്മൾ ഈ മരണത്തിനെ പേടിക്കുന്നില്ലേ? മരണത്തിനെ ആരാ പേടിക്കുന്നത്? ഓർത്തിട്ട് നിങ്ങൾ പേടിക്കുക. കാരണം എന്താ? മരണമില്ല എന്നത് നമുക്കറിയാം. എവിടെയാണെന്നറിയോ? നിങ്ങളിപ്പോൾ ഒരു ശവദാഹം കഴിക്കും, എല്ലാം കത്തിച്ചു, എല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് കത്തിക്കുന്ന സമയത്ത് നമ്മൾ പറയാ അറിയോ, എല്ലാവരുടെ കാര്യം ഇങ്ങനെ, കാരണം ഇന്നലെ നാളെ നമ്മളെല്ലാം പോകണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും, ഇതെല്ലാം കത്തിക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാലോ ഫോൺ എടുത്ത് പറയും മറ്റന്നാൾ കാണേ, എന്നോട് മറ്റന്നാൾ വരെ ഞാനുണ്ടാവും എന്നോട് ഉറപ്പ്, അല്ലെങ്കിൽ അടുത്ത മാസം കാണേ. നമുക്ക് നമ്മളുടെ ഉള്ളിലുണ്ട്, ഞാൻ മരിക്കില്ല. ഇതൊരു ഉദാഹരണം. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾക്കും നമ്മളുടെയൊക്കെ വിവാഹം കഴിഞ്ഞ സമയത്ത് കുട്ടികളുണ്ടായി, ഒരു 3-4 വയസ്സ് പിള്ളേർക്ക് പ്രായം. അപ്പം എന്ത് ചെയ്യുന്നറിയോ? ചിലപ്പോൾ നമ്മൾ ഈ വെഡ്ഡിങ്ങിൻ്റെ ഇതൊക്കെ ഫോട്ടോസെല്ലാം നോക്കുമ്പോൾ പിള്ളേർ ചോദിക്കും, അമ്മ എന്താ എന്നെ കൊണ്ട് കൂട്ടാഞ്ഞേ? അമ്മേൻ്റെ അച്ഛൻ്റെ കല്യാണത്തിന് എന്താ എന്നെ കൂട്ടാഞ്ഞേ പറയും. ഇത് കുറേ കഴിഞ്ഞാൽ പറയും, അല്ല മോൻ അമ്മേൻ്റെ വയറ്റിലല്ലേ ഉണ്ടായത് എന്നെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പറയും, അയ്യുമ്പോ നമുക്ക് കുട്ടികളുടെ ഉള്ളിൽ ബോധമുണ്ട്. ഞാൻ ഉണ്ടായിട്ടില്ല എന്ന് കുട്ടികൾ സമ്മതിക്കില്ല ഒരിക്കലും. അതാണ് സഹജം. ഞാനും നിങ്ങളും ജനിക്കുന്നതല്ല, മരിക്കുന്നതല്ല. വസംസിജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി. നോക്കൂ, ഈ കാണുന്ന പ്രപഞ്ചം എപ്പോഴും ഒരുപോലെയായിരിക്കും. ആ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരുപാട് ആധ്യാത്മിക തത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടിരിക്കണം. നിങ്ങൾ ഇതൊക്കെ എപ്പോഴോ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിലും ഇതൊക്കെ ഉണ്ട്. ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ടല്ലേ പിന്നെ ഇത് പറഞ്ഞത്, ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിയിടിലും ത്യജിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ. അതാണ് ആധ്യാത്മികത. വേണമെന്ന് വിചാരിച്ചാൽ വേണ്ടാ തോന്നും, എന്നാൽ അത് വേണ്ടാന്ന് വെക്കാനോ അതൊട്ടാവുന്നുമില്ല. എവിടെയോ ഇതിൻ്റെ കുറച്ച് കഷ്ണം പഠിച്ചു പോയി. ഈ ചക്രക്കുടത്തിൽ പറഞ്ഞ നക്കി കഴിഞ്ഞപ്പോൾ നല്ല സ്വാദ്, ആദ്യം വേണ്ടാന്നെല്ലാം പറഞ്ഞു, കുറേ എങ്ങനെയൊക്കെ പറഞ്ഞു, അവസാനം നക്കി നല്ല സ്വാദ് കിട്ടിയപ്പോൾ എന്നാൽ കുറച്ചും കൂടി കിട്ടാന്നായി. ഇല്ലേ? ഇതുപോലെ നമുക്കൊരിക്കലും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്നുണ്ട്. അത്തരത്തിലുള്ള ആത്മീയ തത്വമാണിത്. ഈ തത്വത്തെ അറിഞ്ഞ് ജീവിച്ചാൽ എന്താ ഗുണം എന്നറിയോ? ഭഗവാൻ പറയുന്ന ഈ ആഗ്രഹങ്ങൾ, നിങ്ങൾ സുഖം വേണം, അത് നിങ്ങൾ വെച്ചോളൂ. അതിൻ്റെ കൂടെ അർജുനൻ ചോദിക്കുക ഭഗവാനോട്, അഥകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്ന വിവാഷ്ണേയ ബലാധിപയോജസി. ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ പാപം ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ചെയ്തു പോകുമല്ലോ, എന്നിങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, കാമയേഷ ക്രോധയേഷ. കാമ, ആഗ്രഹമാണ് അതിന് കാരണം. സുഖം കിട്ടണം എന്നുള്ളതല്ല. സുഖം നമ്മുടെ സഹജ സ്വഭാവമാണ്, അത് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനും അപ്പുറത്ത് പലതും ആഗ്രഹിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ദ്വൈതത്തിനെയാണ് ആശ്രയിക്കുന്നത്. ദ്വൈതത്തിനെ നിങ്ങൾ ആശ്രയിക്കരുത്, അദ്വൈതത്തിനെ നിങ്ങൾ ആശ്രയിക്കുക. ദ്വൈതപ്പം എന്ത് വേണം? വ്യവഹരിക്കാൻ ദ്വൈതം വേണം, വേണ്ടേ? അദ്വൈതത്തിനെ ആശ്രയിച്ചിട്ട് ദ്വൈതത്തിനെ വ്യവഹരിക്കുക. മനസ്സിലായോ? പണത്തിനെ ആശ്രയിച്ചിട്ട് ഈശ്വരനെ വ്യവഹരിക്കാൻ പാടില്ല. ഈശ്വരനെ ആശ്രയിക്കുക, പണം വ്യവഹാരത്തിന് ഉപയോഗിക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന എന്താണ്? ആധ്യാത്മികതയായാലും പൂജയായാലും അമ്പലമായാലും എനിക്ക് പണം ഉണ്ടാക്കാനുള്ള സാധനം ധരിക്കുക. അങ്ങനെയല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് എന്നും ആശ്രയിക്കാൻ. ഈശ്വരനോട് ഭഗവാൻ പറയണത് എന്താ അറിയോ? എന്താഗ്രഹവും, എന്ത് ആഗ്രഹ വികാരങ്ങൾ, എന്ത് വികാരവും എന്നോട് വെച്ചോ, ഒരു ദോഷവും നിങ്ങൾക്ക് വരില്ല. എന്നിട്ടോ ഈ ലോകത്തിൽ നിങ്ങൾ എന്തിനേയും വ്യവഹരിച്ചോളൂ. പണമായിക്കോട്ടെ, എന്തും. ഒരു വികാരവും ലോകത്തിൽ വെക്കരുത്. ഒരു വെറുപ്പെന്ന് കൂട്ടുക. വെറുപ്പുണ്ട്. നിങ്ങൾ ലോകത്തിൽ ആരെങ്കിലും വെറുത്തിട്ടുണ്ടെങ്കിലോ ഉറപ്പാണ് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും തിരിച്ചടി കിട്ടൂലേ? നിങ്ങൾ ഈശ്വരനെ വെറുത്തോ? ഭഗവാൻ പറഞ്ഞ എന്നെ വെറുത്തോ കുഴപ്പമില്ല,
ആരും നിങ്ങളൊന്നും ചെയ്യില്ല. സ്നേഹമുണ്ട്. നിങ്ങൾ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചാലോ എന്തെങ്കിലും വിട്ടുപോയാൽ എന്ത് ചെയ്യും? അല്ലേ? ഇഷ്ടവിയോഗ ദുഃഖം എന്നാ പറയണത്. നമ്മൾക്ക് ദുഃഖം മരിക്കുമെന്നല്ല പേടി, എനിക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുന്ന, എൻ്റെ മക്കൾ മരിച്ചു പോവോ, ബന്ധുക്കൾ മരിച്ചു പോവോ, ഭാര്യ മരിച്ചു പോവോ, ഭർത്താവ് മരിച്ചു പോവോ, പേടിയാ. എന്നാൽ നീ മരിച്ചു പോവോ. ഒരമ്മ ഒരു കുഞ്ഞിനെ വളർത്തുക, ഒന്ന് ആലോചിച്ച് വെക്കണേ. ആ ഒരു ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആലോചിക്കുക. അമ്മ മോനെ വളർത്തുക, മോന് മന്ദബുദ്ധിയാണ്. അപ്പം മന്ദബുദ്ധിയായിട്ടുള്ള മോന് 10-25 വയസ്സ് കഴിഞ്ഞു, 30 വയസ്സ് കഴിഞ്ഞു, 40 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അമ്മ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ എൻ്റെ കാലം കഴിഞ്ഞാൽ ആരാ മോനെ നോക്കുക? ഇപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും കാലം നോക്കിയത് അമ്മയാണ് എന്നാണ് അമ്മയുടെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാണ് ഈ ലോകത്തിന് മുഴുവനും ഇങ്ങനെ നിലനിർത്തുന്നതും ഇതൊക്കെ. വായ കീറിയിട്ടുണ്ടെങ്കിൽ അന്നം തരുന്ന് പറഞ്ഞതുപോലെ ഈശ്വരനറിയാം ഇത് എന്ത് വേണം എന്ത് വേണ്ടാന്ന്. അതേപോലെ നമുക്ക് നമ്മളുടെ വികലമായ ചിന്തകൾ, നിങ്ങൾ ഏതും ഒരാഗ്രഹം എന്നല്ല, ഏത് വികാരം എന്തും ഈശ്വരനോട് വെച്ചാൽ അത് രക്ഷപ്പെടുന്നുള്ളതിന് തെളിവെന്താണെന്നറിയോ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്ത് വികാരം നിങ്ങൾ ഈശ്വരനോട് വെച്ചെന്നുള്ളതിന്, മഹാഭാരതത്തിൽ രാജസൂയ യാഗം നടക്കുക. ഈ യാഗം നടക്കുന്ന സമയത്ത് ശിശുപാലനെ ശ്രീകൃഷ്ണൻ കൊല്ലുക, ചക്രായുധം കൊണ്ട് കൊല്ലുകയാണ്. അപ്പം ശ്രീകൃഷ്ണൻ ഈ ശിശുപാലൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ അവസരം മുഴുവൻ ശ്രീകൃഷ്ണനെ ചീത്ത പറയും. എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിക്കും. ശ്രീകൃഷ്ണനോ അഥവാ ശിശുപാലൻ ചീത്ത പറഞ്ഞിട്ടില്ലെങ്കിൽ ചീത്ത പറയാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ടായാലും അവനെ കൊണ്ട് ചീത്ത പറയിപ്പിക്കും. ഇതാണ് കൃഷ്ണൻ്റെ സ്വഭാവം. അവസാനം കൃഷ്ണൻ ശിശുപാലനെ വധിച്ചു. അതിൽ നിന്ന് എല്ലാവരും കാണെ ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്നൊരു ചൈതന്യം വന്നിട്ട് കൃഷ്ണനിലേക്ക് ലയിച്ചു. അപ്പം യുധിഷ്ഠിരനൊരു സംശയം. യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ മഹാഭാവിൻ്റെ ചൈതന്യം കൃഷ്ണനിലേക്ക് ലയിക്കണം. മഹാരോഗം രാജയക്ഷ്മം വന്നിട്ട് ചാവുക വേണ്ടത്. അതില്ലാതെ കണ്ട് ആ ശിശുപാലൻ്റെ ചൈതന്യം എങ്ങനെയാണ് കൃഷ്ണനിലേക്ക് ലയിച്ചെന്ന് ചോദിച്ചപ്പോൾ നാരദൻ മറുപടി പറയുക. അപ്പം നാരദൻ പറയുന്നത്, രാജാവേ അതങ്ങനെയല്ല, ഈ ശിശുപാലൻ വലിയ ഭക്തനാണ്. ശിശുപാലൻ കൃഷ്ണനെ എത്ര കാലമായിട്ട് ധ്യാനിക്കുക. എങ്ങനെ ശിശുപാലൻ ധ്യാനിച്ചു എന്നോ? അതെങ്ങനെയാണ് ധ്യാനിച്ചു വെച്ച് കഴിഞ്ഞാൽ ശിശുപാലൻ്റെ ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? സംരംഭ സംഭൃത സമാധിന അനുസ്മരൻ. സംരംഭ സംഭൃത സമാധിന അനുസ്മരൻ. പേടിച്ച് 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 അല്ല, വെറുപ്പോടുകൂടെ 24 മണിക്കൂറും വെറുക്കുന്നതുകൊണ്ട് എന്താണെന്നറിയോ? ഇയാളുടെ ഉള്ളിൽ കൃഷ്ണനെ ഉള്ളു, വേറെ ആരുമില്ല. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഭയം, വെറുപ്പ്, ഇതൊക്കെ സ്നേഹിക്കുന്ന അത്ര പോലും എന്തുണ്ടാവില്ല, ഓർക്കില്ല. നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആരെങ്കിലും വെറുപ്പുണ്ട് വിചാരിക്കുക. വെറുപ്പുണ്ടെങ്കിൽ ഞാനിങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് നിങ്ങൾ തിരുമേൻ്റെ സ്ഥലം എവിടെയാ? എന്നേക്കിലാന്ന്, മലപ്പട്ടത്താന്ന്, ശ്രീകണ്ഠപുരത്താന്ന്. അവിടെ ഒരാളെ അറിയോ? അയാൾക്ക് എന്താ പ്രത്യേകത? അയാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ, അയാൾ മഹാത്തമ്മാടി കേട്ടോ. അയാൾ എനിക്ക് എന്തെല്ലാം ദ്രോഹം ചെയ്തു അറിയോ? ഈ വേണ്ട, ഈ കംസനില്ലേ, കംസന് വിവാഹം കഴിഞ്ഞിട്ട് ദേവകീനെ വസുദേവർ കൂട്ടി പോകുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, അല്ലയോ മൂഢ, നിന്നെ ദേവകിയുടെ 8ാമത്തെ പുത്രൻ കൊല്ലുന്നു. ഇല്ലേ? എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ ഇങ്ങനെ? അന്നേരം ഒന്ന് കൊന്നാൽ പോരെ? അല്ല, കംസനെ ധ്യാനിക്കണം. അന്ന് മുതലേ തുടങ്ങി കൃഷ്ണൻ വരും, കൃഷ്ണൻ വരും, കൃഷ്ണൻ വരും, കൃഷ്ണൻ വരും. അന്ന് മുതൽ ധ്യാനാണ്. നമ്മൾ സ്നേഹിക്കുന്നവരെ പലപ്പോഴും മറന്നു പോവും. വെറുക്കുന്നവരെയോ ഭയക്കുന്നവരെയോ ഒരിക്കലും നമ്മൾ ചിലപ്പോൾ അത്ര കൊണ്ട് ഓർക്കില്ല എന്നുള്ളൊരു തെളിവെന്താണെന്നറിയോ? ഇന്നിപ്പോൾ രാത്രിയായില്ലേ, നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചിലപ്പോൾ പ്രേതമുള്ള സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആരെയാണ്? ഈശ്വരനെയാണല്ലേ? ഈശ്വരനാണോ നിങ്ങളുടെ ഉള്ള ആദ്യത്വം? പ്രേതാണോ? പ്രേതാദ്യത്വം. കാരണം എന്താ? അതിനെ പേടിക്കുന്നു.
ഈ പേടിക്കുന്ന സാധനം എപ്പോഴും നമ്മുടെ മുന്നിൽ ആദ്യത്തും. ഇതിന് തെളിവെന്താ അറിയോ? ഞാൻ വെറുതെ പറയണമല്ല. ഇതില് മാരീചൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ രാമായണത്തിൽ എഴുത്തച്ഛൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ വാൽമീകി രാമായണത്തിലൊക്കെ ഉണ്ട്. ഈ മാരീചൻ പൊന്മാനായിട്ട് ശ്രീരാമൻ്റെ മുന്നിൽ പോകാൻ വേണ്ടിയിട്ട് രാവണൻ ചെന്ന് പറയുകയാണ്, മാരീച നീ പൊന്മാനായിട്ട് സീതയുടെ മുന്നിൽ പോയിട്ട് സീതയുടെ മനസ്സ് മയക്കണം. അപ്പം ശ്രീരാമൻ നിന്നെ പിടിക്കാൻ വരും, അങ്ങനെ നീ ഓടി 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 പോയിക്കോളുക, ശ്രീരാമൻ കുറേ ദൂരത്തുമ്പോൾ ഞാൻ സീതനെയും കെട്ടിങ് വന്നോളാം. നല്ല ആശയല്ലേ? അപ്പം എന്ത് ചെയ്തു? മാരീചൻ പറഞ്ഞു, രാവണ നീ എന്തെന്നാ ഈ പറയാൻ പോകുന്നത്? ഈ രാമൻ ആരാന്നറിയോ? രഥാദീനി നാമാനി. രാവണ നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എന്താ കാരണം? രാവണൻ എന്നുള്ളതുകൊണ്ടല്ല, രാമൻ്റെ ആദ്യത്തെ അക്ഷരയിലുണ്ട്, അല്ലാണ്ട് നിന്നെ പേടിച്ചിട്ടല്ല. രഥാദീനി നാമാനി, രഥം, രത്നം, രാവണൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. കാരണം രാമൻ്റെ ആദ്യത്തെ അക്ഷരം അതിലുണ്ട്. എന്താ കാരണം? ഞാനൊരിക്കൽ രാമൻ്റെ ബാണത്തിൻ്റെ കരുത്ത് കണ്ടതാ. അന്ന് മുതലുണ്ടല്ലോ ഞാൻ എവിടെ കണ്ണടച്ചാൽ ഉറപ്പാന്ന് ക്ഷീരാജിനധരം രാമം, ജടിയും വൽക്കളൊക്കെ ധരിച്ച് അമ്പും പിടിച്ചിട്ടുള്ള വൃക്ഷേ വൃക്ഷേ വനേ വനേ, വൃക്ഷത്തിലോ എവിടെ ഞാൻ കാട്ടിൽ നിന്നിട്ട് ഏത് മരത്തിൻ്റെ മുകളിൽ നോക്കിയാലും രാമനവിടെ, രാമനിവിടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ധ്യാനിക്കാൻ പറ്റുമോ നമുക്ക്? ആ ഭയത്തിൽ നിന്നുണ്ടായിട്ടുള്ള ധ്യാനമാണ്. അപ്പം ഈശ്വരൻ വരണ്ടേ കൊല്ലാൻ? അങ്ങനെയുള്ള ഒരാളുടെ ചൈതന്യത്തിലേക്ക് എന്നിട്ടാണ് പിന്നെ നാരദൻ പറയാണ്, എൻ്റെ അഭിപ്രായത്തിൽ നോക്കൂ, യുധിഷ്ഠിരനോട് പറയാണ്, നിങ്ങളൊക്കെ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ആ ഈശ്വരനെ കണ്ടു, ഞങ്ങളൊക്കെ ഞങ്ങളുടെ സ്വാമി, ഞങ്ങളുടെ രക്ഷകൻ എന്ന നിലക്ക്, ഈശ്വരൻ എന്ന നിലക്ക് ആ ഭഗവാനെ കണ്ടു. നോക്കൂ, ഗോപികമാരെങ്ങനെയാണ് കണ്ടതെന്നറിയോ? പലർക്കും അത് പറയുമ്പോൾ വിഷമാണ്. ഗോപികമാര് കണ്ടത് ജാരാത്മന എന്നത് പരമാത്മബുദ്ധിയ, ജാരനാണെന്ന് ഇവർ തന്നെ കണ്ടത് എന്നാ പറയുന്നത്. വ്യാസം പറഞ്ഞ വാക്കാണ്, ഞാൻ എൻ്റെ വാക്കല്ല. വ്യാസം പറയണത് ജാരനായിട്ടാണ് കൃഷ്ണനെ കണ്ടത്, അല്ലാണ്ട് കൃഷ്ണൻ ഈശ്വരനാണ്, പ്രത്യക് വസ്തുനിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈശ്വരനാണെന്ന് പോലും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ കൊച്ചു കുട്ടിയാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് ചിന്തിച്ചോളൂ, നിങ്ങൾ നടന്നോളൂ, എപ്പോഴും നിങ്ങൾക്ക് രക്ഷ കിട്ടുന്നതാണ്. എന്ത് വികാരവും വയ്ക്കാം. ആ ജാരബുദ്ധിയോടുകൂടെ ചെന്നിട്ട് പിന്നെ കൃഷ്ണനെ കിട്ടാൻ വേണ്ടി ചെന്നപ്പോഴേ ഈ ഗോപികമാരെന്താ പറയണമെന്നറിയോ? നമ്മളിപ്പോൾ നോക്കൂ, നമുക്ക് ഈശ്വരനെ ഈ വസ്തുവിനൊന്നും ധ്യാനിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളോട് പറയുകയാണ്, നാളെ മുതൽ ഈശ്വരനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞു ഞാനൊരു മന്ത്രം ചിരിത്തന്നാലും കുറേ കഴിഞ്ഞ് നിങ്ങൾ പറയും ഒന്നും ആവുന്നില്ല ദേവി, ഒരു ഈശ്വരൻ്റെ നല്ല ഒരു രൂപവും നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. അത് ചാമുണ്ടി ആയാലും വേണ്ടില്ല, അത് ഉർഗി ആയാലും വേണ്ടില്ല, അത് കൃഷ്ണനായാലും വേണ്ടില്ല, ഇരിക്കുമ്പോൾ ഉറക്കേ വരുന്നുള്ളൂ. ഉറപ്പല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ എവിടെയെങ്കിലും പോയി എന്ന് വിചാരിക്കുക, ചെറിയ കുട്ടികളുണ്ട്, സ്കൂളിൽ പോയി തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പുസ്തകം നോക്കിയിട്ട് എനിക്ക് എൻ്റെ മോളെ ധ്യാനിക്കാൻ പറ്റുന്നില്ലല്ലോ പറയുക, മോളെ ധ്യാനിക്കാൻ പറ്റുന്നില്ലോ പറയുക. ഒരാളും പറയില്ല. കാരണം എന്താ? അവിടെ എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ആസക്തിയുണ്ട് അല്ലേ? ബന്ധുക്കളാവുമ്പം, ഭാര്യയാവുമ്പം, ഭർത്താവുമ്പോൾ, മക്കളാവുമ്പോൾ, എനിക്ക് വേണ്ടപ്പെട്ടവരാവുമ്പോൾ അവരെ ഓർക്കാൻ ഒരു വിഷമവും ഇല്ല. കാരണം എന്താ? കണ്ണടക്കുന്നതിന് മുമ്പേ അവർ മുന്നിലാണ്. അതുപോലെ ആ ഗോപികമാർ പറഞ്ഞു, വിസ്മർത്തും നൈവശക്നുമാ, ഈ കൃഷ്ണനൊന്ന് മറന്നു കിട്ടിയാൽ മതിയായിരുന്നു, മറക്കാനും പറ്റുന്നില്ല അല്ലേ? ഇതുപോലെ നമുക്കും പറ്റും. അപ്പം എന്ത് വേണം? ഒന്നുകിൽ ഭയത്തോടുകൂടെ ഓർക്കുക, ഈ കൃഷ്ണൻ നിന്നെ പിടിച്ചുകൊണ്ടുപോകുമോ എന്ന് ഓർക്കുക. എന്നാൽ നിങ്ങൾക്ക് കൃഷ്ണനെ ധ്യാനിക്കാൻ പറ്റും. ഈ കൃഷ്ണൻ എൻ്റെ സകലതും കട്ടുകൊണ്ടുപോകുമോ എന്ന് പേടിക്കുക. അപ്പം പേടിക്കുമ്പോൾ എന്താണ്? കൃഷ്ണൻ എപ്പോഴും ഓർമ്മയുണ്ടാവും. ഇതുപോലെ ഭയത്തോടു കൂടെ ആരാധിച്ചവരാണത്രേ കംസൻ, രാവണൻ, കുംഭകർണൻ, അതുപോലെ തന്നെ വെറുപ്പോടുകൂടി ദന്തഭക്തൻ, ശിശുപാലൻ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. അവർക്കുള്ള 3 ജന്മം അങ്ങെത്തി. നമ്മളോ 1000 ജന്മം കഴിഞ്ഞാലും പിന്നെ ആസക്തി ഇതിലേക്ക് ഇങ്ങനെ വെച്ച് ജീവിക്കുക. അതുകൊണ്ട് ഏത് വികാരവും ഈശ്വരനോട് വയ്ക്കാം. പണം മുതലായിട്ടുള്ള ലോകകാര്യങ്ങളൊക്കെ തന്നെ വ്യവഹാരത്തിന് ഉപയോഗിക്കാം. എത്രയുണ്ട് വേണോ പൈസ? നിങ്ങൾക്ക് പൈസ സമ്പാദിച്ചോളൂ, എത്രയാണോ ആവശ്യം അത് സമ്പാദിക്കുക.
ഇന്ന് ലക്ഷങ്ങൾ കിട്ടിയാലും മതിയാവുന്നില്ല പറഞ്ഞ അർത്ഥം എന്താ? എന്തിനെത്രയധികം കിട്ടിയിട്ടെന്ത് കാര്യം? എന്തും പരിധി വിട്ടിട്ടൊന്നും വേണ്ട. നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആർക്കെങ്കിലും കൂട്ടുക. ഞാനിപ്പം സുരേഷിനോട് അതാ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ സുരേഷ് നടക്കുന്നത്? ദിവസം വരുന്നവന് പോലെ പൈസ കൊടുക്കണ്ടേ? ഈ 71 ദിവസം കൊടുക്കണ്ടോ? അതിനൊക്കെ കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ സമ്പാദിച്ച ധനം എന്തിനൊക്കെ കൊടുക്കണം? ഈ ധർമ്മം നിലനിർത്താനൊക്കെ ആരെങ്കിലുമൊക്കെ തയ്യാറാകുമ്പം അവർക്ക് കുറച്ച് കൊടുക്കുക. രാജ്യം രക്ഷിക്കാൻ ആർക്കെങ്കിലും തയ്യാറാകുമ്പോൾ അവർക്ക് കുറച്ച് കൊടുക്കുക. ഇവർക്കൊക്കെ കൊടുക്കാനുള്ള പൈസ നമ്മളുടെ തരും. അപ്പം നമുക്ക് ജീവിക്കാൻ ഇതെന്താന്ന് പറഞ്ഞ് ജീവിക്കാൻ എത്ര കിട്ടിയാലാ മതിയാവുക എന്ന് അതാണ് ആദ്യം തീരുമാനിക്കാൻ പറ്റാത്തത്. എത്ര കിട്ടിയാലും മതിയാവില്ല, പിന്നെയും കിട്ടിയാലെന്നാ അത് ഈ പണം ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം. ദിവസം ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് നോക്കുക, ആ സന്തോഷം. അക്കൗണ്ട് അല്ലെങ്കിൽ പണം ഉണ്ട്. എന്തിന്? പ്രാപ്തവ്യമർത്ഥം ലഭതേ മനുഷ്യോ ദേവോപിതം ലംഘയിതും ന ശക്ര തസ്മാൽ ന ശൗയാമി ന വിസ്മയോമി യതസ്മദീയം ന ഹി തത്പരേഷാം. ഉറപ്പിക്കുക, ഈശ്വരൻ നമുക്ക് തരാനുള്ള പണം എങ്ങനെയും തരും. അതൊരു വഴിയല്ലേ വേറൊരു വഴിയിലൂടെ തരും. അതുകൊണ്ട് പിന്നെ ഇനി അഥവാ നമുക്ക് പോകാനുള്ളതാണെങ്കിലോ അതെങ്ങനെയെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യും, ഒരു സംശയവുമില്ല. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അത് എക്കാലത്തും ഓർക്കുക. നമ്മൾ ജീവിക്കുമ്പോൾ എന്താ ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടതെന്നറിയോ? പണവും പേരും പ്രശസ്തിയും പ്രതാപവും ഒന്നുമല്ല. കഞ്ഞി കുടിച്ച് ജീവിക്കുകയാണെങ്കിലും രാജാവിനെ പോലെ ജീവിക്കുകയാണെങ്കിലും സുഖമായിട്ട് ജീവിക്കണം. സുഖം എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ പറയുന്ന സുഖമല്ല, സൗഖ്യം, ശാന്തത, സ്വസ്ഥത. മനസ്സിന് ഒരു തരത്തിലുള്ള അലട്ടലുണ്ടാവരുത്. ഗീതയിൽ രാമായണത്തിൽ ലക്ഷ്മണൻ പറയുന്നൊരു വാക്കുണ്ട്. ലക്ഷ്മണൻ പറയാണ്, ഗുഹനോട് പറയാണ്, അധ്യാത്മരാമായണത്തിലുള്ളതാണ്. യദ്യതാഗതം തത്ര കാലാന്തരേ തത്തത് ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാപിക്കയും വേണ്ട, ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട. എത്ര മനോഹരമാണ്! എന്താണോ മുന്നിലേക്ക് വരുന്നത്, യദാഗതം, എന്താണോ മുന്നിലേക്ക് വരുന്നത് ആ രണ്ട് കൈയും നീട്ടി അങ്ങ് സ്വീകരിക്കുക. കാരണം എന്താ? ഞാൻ പറഞ്ഞാലും വരാണ്ടിക്കൂല. ദുഃഖമായാലും സുഖമായാലും എന്തായാലും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ട് കൈയും നീട്ടി മേടിക്കുന്നതല്ലേ നല്ലത്. എന്നിട്ടോ യദാഗതം കാലാന്തേ തത്തത് ഭുജിച്ചതി സ്വസ്ഥനായിട്ട് വാഴും. എന്ത് വന്നാലും എൻ്റെ മനസ്സിനെ ഞാൻ ചഞ്ചലപ്പെടുത്തില്ല. എനിക്ക് അതുകൊണ്ടാണ് യതസ്മദീയം നഹി തത്പരേഷാം ന വിസ്മയോമേ. എനിക്കൊരു വിസ്മയവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. എന്താ വെച്ചാൽ വരട്ടെ. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്ക, ഇന്നത് കിട്ടണം എന്ന് കരുതിയിട്ട് ഓടിച്ചാടി നടക്കൊന്നും വേണ്ട. എന്നാൽ കിട്ടുന്നതോ, അയ്യോ എനിക്ക് അങ്ങനെയൊന്നും വേണ്ടേ, അതൊന്നും എനിക്ക് വേണ്ടേ, അങ്ങനെയും പറയണ്ട. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം. അടുത്ത ശ്ലോകത്തിൽ വരുന്നതാണ്. ഇവിടെ ആ വിധികൃതം എന്താണെന്ന് പറയാൻ പോവാണ്. ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. അത് വേണ്ടാന്ന് വെക്കണ്ട. നിങ്ങളെ ഇപ്പൊ ജയരാം ശബരിമല മേശാന്തിയാക്കാൻ, അയ്യോ അതൊന്നും ശരിയാവൂലേ, അതൊന്നും പറയണ്ട. എന്തിനാ? ഭഗവാൻ അവിടെ ഇരുത്തിയത്, അവിടെ ഇരുന്നോളൂ. അല്ല ഇതൊന്നും ഇല്ലാതെ കൊണ്ട് വേറെ ഒരു അമ്പലത്തിലായിരിക്കും, ഒന്നാ അവിടെ ഇരുന്നോളൂ. അല്ല എനിക്ക് ശബരിമല കിട്ടണോന്ന് എഴുതിയിട്ട് ഓടി നടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് അവസാനം പരാജയപ്പെട്ടതാ, ഞാൻ ദുഃഖിക്കേണ്ടി വരും? ഇല്ല, ഞാൻ ദുഃഖിക്കില്ല. പണം വേണം, ഇത് വേണം, പ്രതാപം വേണം എന്ന് പറഞ്ഞ് ഓടി ഓടി നടന്നു, പലതിക്കുന്നും പലതരത്തിലുള്ള അപമാനങ്ങൾ സഹിച്ചു, ഒരുപാട് നഷ്ടം വന്നു, എന്നിട്ട് അവസാനം ഞാൻ എന്തർത്ഥം? അങ്ങനെ ദുഃഖിക്കേണ്ടെന്ന് പറയുന്നത്. ഈശ്വരൻ തരുന്നത് എന്തോ അത് നമ്മളുടെ കയ്യിലെത്തും. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പ്രയത്നിക്കേണ്ട. എന്നാൽ ഉള്ളതൊന്നും വേണ്ടാന്നും വെക്കണ്ട. ചിലരുണ്ട്, എന്താ അറിയോ, അയ്യോ എനിക്ക് അറിയുന്ന കുറെ സ്ത്രീകൾ, അവരെന്താന്ന് പറയുന്നത് അറിയോ, ആ ഉണ്ണാൻ നല്ല 3 നേരം ഊണ് കഴിക്കാറുണ്ട്. എന്നിട്ട് ഊണ് കഴിക്കാതെ ഇരിക്കുമ്പോൾ ചോദിച്ചു, എന്തേ ഊണ് കഴിക്കാത്തത്? അല്ല കല്യാണം കഴിച്ചു കൊണ്ടുവന്നേക്കിട്ട് ചിലപ്പോൾ പട്ടിണിയാണെങ്കിലോ, അതിന് നീ ഇപ്പോഴേ പട്ടിണി നടക്കണോളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ജീവിച്ചോ. നിങ്ങൾ അമേരിക്കയിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ പൈപ്പിലെ വെള്ളം നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായം? നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ, നിങ്ങൾ വൃത്തിയായിട്ട് ജീവിച്ചു. അധികമുണ്ടോ, ഇന്ന് ഇതുപോലുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾക്കെല്ലാം കൊടുത്തേ. അല്ലാതെ കണ്ട് മറ്റൊരുത്തൻ അങ്ങനെയാണ്, നാളെ എങ്ങനെ വരും, അങ്ങനെ വരും. അതുകൊണ്ടാണ് വിധികൃതം എന്ന് പറഞ്ഞത്.
നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊരു നിയമം അത് നമുക്ക് തീരുമാനിക്കാമോ. എൻ്റെ കയ്യിലുള്ളത് കണ്ടവൻ്റെ കയ്യിലുള്ള പണം കണ്ടിട്ട് ജീവിക്കരുത്, കട്ടുകൊണ്ടുവന്ന് ജീവിക്കരുത്. അധ്വാനിച്ച് നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മൾ ജീവിച്ചു, അതിനെന്താ തെറ്റ്? അങ്ങനെ ജീവിക്കണം എന്നാണ് പറയുന്നത്. ഏതായാലും അടുത്ത ശ്ലോകങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ബോറടിക്കാത്തവർ നാളെ വരിക, ബാക്കി കേൾക്കാം.